എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്നു വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1705-ാം ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ഒരു ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ നസറുള്ള എന്നെ ആണ്. അദ്ദേഹത്തിന്റെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി ഇന്ന് സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. നസറുള്ള ഡോക്ടർ നമുക്ക് നേരത്തെയും ക്ലാസ്സുകൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. സാറ് ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ NC ആയി റിട്ടയർ ചെയ്ത ഡോക്ടറാണ്. ഗവൺമെന്റ് ഹോമിയോപ്പതി ഡോക്ടർമാരുടെ സംഘടനയുടെ ഒരുപാട് വർഷം പ്രസിഡന്റായി വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ പൊതുജനാരോഗ്യവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ് എടുക്കുന്ന വ്യക്തി കൂടിയാണ്. തലകറക്കവും ഹോമിയോപ്പതിയും എന്നുള്ളതാണ് ഇന്നത്തെ നമുക്ക് ക്ലാസിന്റെ വിഷയം. നല്ലൊരു ക്ലാസ് പ്രതീക്ഷിച്ചുകൊണ്ട് ഡോക്ടർ നസറുള്ളയെ ബഹുമാനപൂർവ്വം ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഡോക്ടറെ ക്ലാസ് വിടും. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കേക്കാം സാറ്. സ്ലൈഡ് കാണുന്നുണ്ട്. ഓക്കെ. ഞാൻ ആദ്യമായി സോറി പറയുന്നു. കാരണം ഞാൻ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ക്ലാസ് എനിക്ക് 2 മണിക്കൂറുണ്ട്. അത് കട്ട് ഷോർട്ട് ചെയ്ത് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കണം. അപ്പോൾ ഫസ്റ്റില് പ്രത്യേകനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷനാണ്. അത് ഏകദേശം 1 മണിക്കൂറുണ്ട്. എല്ലാ തെറാപ്യൂട്ടിക്സ് 1 മണിക്കൂറുണ്ട്. ഇത് 2 സ്ഥാനങ്ങളായിട്ട് ഇടയ്ക്ക് കുറച്ച് സ്പീഡിൽ പോകേണ്ടി വരും. ഏതായാലും കുറെ കാര്യങ്ങളൊക്കെ ധാരാളം 1200 ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന ഇതിലിരിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നതായിരിക്കും. സാറേ, സൗണ്ടിന് എന്തോ ഒരു അവ്യക്തതയുണ്ടല്ലോ. എന്തോ ഒരു സൗണ്ടിനൊരു സിസ്റ്റം ഒന്നല്ലേ ഓൺ ചെയ്തിട്ടുള്ളൂ? രണ്ടെണ്ണം ഓൺ ചെയ്തിട്ടില്ലല്ലോ? ഇല്ലില്ല, ഓൺ ചെയ്തിട്ടുള്ളൂ. എന്തോ ഒരു ആ സൗണ്ടിന് എന്തോ ഒരു എന്തോ ഒരു ക്ലാരിറ്റി കുറവ് പോലെ തോന്നുന്നു. ക്ലാരിറ്റി കുറവ് തോന്നുന്നുണ്ടല്ലേ? നോക്കട്ടെ, ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നോക്കട്ടെ ഇവിടെ. എല്ലാരും പറയും, വേറെ കമന്റ് വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു ഇനി എന്റെ പ്രശ്നമാണോ? അല്ല, സൗണ്ട് കൂട്ടാൻ പറ്റുന്നു. ഇടയ്ക്ക് കുഴപ്പമില്ല. സൗണ്ട് കുറവല്ല, ഉള്ള സൗണ്ടിന്. ഇനി സാർ വീണ്ടും ഒന്ന് പറഞ്ഞു നോക്കട്ടെ ക്ലാരിറ്റി കറക്റ്റ് ഉണ്ടോന്ന് നോക്കട്ടെ. കേൾക്കാം. സൗണ്ട് ഉണ്ട് നന്നായിട്ട്. ഏതായാലും സൈഡിന്റെ കുറച്ചൊക്കെ സൈഡിൽ നിന്നും മനസ്സിലാവും കാര്യങ്ങള്. നമ്മുടെ സബ്ജക്ട് വെർട്ടിഗോ ആൻഡ് ഹോമിയോപ്പതിയാണ്. ക്ലിയർ ആവുന്നില്ല. എന്തോ മൂക്കോട്ട് സംസാരിക്കുന്നതുകൊണ്ട് തോന്നുന്നു. ഒരു സെക്കൻഡ്. ക്ലിയർ ആണോ? ഇപ്പൊ ക്ലിയർ ആയി. ഓക്കെ. അപ്പൊ ഇപ്പൊ ക്ലിയർ ആയെങ്കിൽ ഹെഡ്സെറ്റ് ഒഴിവാക്കിയതാണ്. ഇപ്പൊ ക്ലിയർ ആണല്ലേ? ഓക്കെ, നന്നായി. നമുക്ക് ക്ലാസ് വേഗം തുടങ്ങാം. കുറച്ച് സമയമുള്ളൂ. തലകറക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളുടെ കൂട്ടത്തില് പലരും തലകറക്കം എന്ന് പറയുന്ന പല അസുഖങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ട്രാവലിംഗ് സിക്നസ്, യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിന് അവര് പറയുന്നത് തലകറക്കം എന്നാണ്. ഫെയിൻറ്റിങ്, ഒരാൾ ഫെയിൻറ്റ് ചെയ്ത് വീഴുന്നു കഴിഞ്ഞാലും തല ഇറങ്ങി വീണെന്ന് പറയും. ഒരു ഫിക്സ് അപസ്മാരം വന്നു കഴിഞ്ഞാൽ അതും പറയുന്നത് തലകറക്കം എന്നാണ്. സൺസ്ട്രോക്ക് വന്ന് വീണാൽ, സിങ്കോപ്പ് വന്നു കഴിഞ്ഞാൽ, അതേപോലെ തന്നെ അനീമിയ കൊണ്ട് ഒരാൾ തല ഇറങ്ങി വീണ, ഒരാൾ അൺകോൺഷ്യസ് ആയിട്ട് വീണ് കഴിഞ്ഞാലും തലകറക്കം എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയാം. അതേപോലെ തന്നെ ഇയർ ബാലൻസ് കൊണ്ട്
തലകറക്കം തലകറക്കം. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ ദൂരം ഹൈ ആൾട്ടിറ്റ്യൂഡിലേക്ക് പോയി കഴിഞ്ഞാൽ തലകറങ്ങും എന്ന് പറയും. അപ്പൊ ഇതിനൊക്കെ മലയാളത്തിൽ തലകറക്കം എന്ന് ആണ് പറയാ. പിന്നെ ഹൈ BP വന്നു കഴിഞ്ഞാൽ തലകറക്കം എന്ന് പറയും. BP കൂടിക്കഴിഞ്ഞാൽ. BP കുറഞ്ഞു പോയി കഴിഞ്ഞാൽ അപ്പോഴും തലകറക്കം എന്ന് പറയും. ഇനി ഒരാൾക്ക് ഹൈപ്പർ ഗ്ലൈസീമിയ വന്നു, ഷുഗർ 500 600 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴും അവർക്ക് തലകറക്കം ഉണ്ടാവും. ഹൈപ്പോഗ്ലൈസിമിക് ആയിപ്പോയി, ബിലോ 70 ആണ് ഷുഗർ വന്നു കഴിഞ്ഞാൽ അപ്പോഴും തലകറക്കം ഉണ്ടാവും. ഹിസ്റ്റീരിയ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലരും തലകറക്കം ഉണ്ടാവും. ഇനി ഒരാൾക്ക് സ്ട്രോക്ക് വന്നു, അതിനെയും തലകറക്കം എന്നാ പറയാം. കാർഡിയാക് അറസ്റ്റ്, ട്രോമ ടു ഹെഡ് ആൻഡ് ഇയർ, ചെവിക്ക് ഒരു അടി കിട്ടിയാൽ അല്ലെങ്കിൽ തലക്ക് ട്രോമ വന്നു കഴിഞ്ഞാൽ അയാൾ തലകറങ്ങും. മൈഗ്രെയിൻ വന്നാലും തലകറക്കമുള്ളവരുണ്ട്. ആഫ്റ്റർ ആൽക്കഹോൾ കഴിച്ചു കഴിഞ്ഞാൽ ഡ്രഗ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തലകറക്കം വരും. പിന്നെ വെർട്ടിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 തരം വെർട്ടിഗോ ആണ് ഉള്ളത്. ഒന്ന് സബ്ജക്റ്റീവ് വെർട്ടിഗോ ആൻഡ് ഒബ്ജക്റ്റീവ് വെർട്ടിഗോ. സബ്ജക്റ്റീവ് വെർട്ടിഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻ്റ് ഹിംസെൽഫ് അയാൾ സ്പിൻ ചെയ്യും, റൊട്ടേറ്റ് ചെയ്യും. ഒബ്ജക്റ്റീവ് വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ അയാൾ സ്പിൻ ചെയ്യില്ല, പക്ഷെ ചുറ്റുപാടുള്ള ഓബ്ജക്ട്സുകൾ മുഴുവൻ കറങ്ങുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. പിന്നെ ഈ വെർട്ടിഗോക്ക് 5D ഉണ്ട്. ഈ 5D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിസിനസ്, 2 ഡിപ്ലോപ്പിയ ഡബിൾ വിഷൻ, 3 ഡിസാർത്രിയ അതായത് സ്ലാർഡ് സ്പീച്ച് തിരിയായി വരാം, 4 ഡിസ്ഫാജിയ ഡിഫിക്കൽട്ടി ടു സോളോ, 5 ഡിസ്മെട്രിയ അതായത് ഒരു ഓബ്ജക്റ്റിനെ അവർക്ക് നോക്കാനോ കൈ കൊണ്ടോ കാലുകൊണ്ടോ അവർക്ക് ആ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് കൈ കുത്താനോ അല്ലെങ്കിൽ കാല് കുത്താൻ അല്ലെങ്കിൽ കണ്ണ് ആ ഭാഗത്തേക്ക് ശരിയായ സ്ഥലത്ത് പൊസിഷനിലേക്ക് എത്തിക്കാൻ പറ്റാതെ വരും. വെർട്ടിഗോയുടെ ഷോർട്ട് ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ B ഫോർ വെർട്ടിബ്രോ ബാസിലാർ ഡിസീസ്, E ഫോർ ഇയർ ഡിസീസ്, R ഫോർ റെറ്റിക്കുലോ എൻഡോത്തീലിയൽ ഡിസീസ്, T ഫോർ ട്രോക്ലിയർ ഡിസീസ്, I ഫോർ ഇയാർട്ടോജെനിക് ഡിസീസ്. ദാറ്റ് ഈസ് ദ ഇല്ലസ്ട്രിക്കോ. ചില മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് തെറ്റായ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ രോഗിക്ക് ശരിയായ മരുന്നല്ലാത്ത രീതിയിൽ ചില മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്നതിനാണ് ഇയാർട്ടോജെനിക് ഡിസീസ് എന്ന് പറയുന്നത്. G ഫോർ ഗ്ലിയാൽ ഡിസീസ് പ്രായം കൂടിക്കഴിഞ്ഞാൽ വരുന്ന അൾഷിമേഴ്സ്, പാർക്കിൻസോണിസം, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഗ്ലയോബ്ലാസ്റ്റോമ, ഓട്ടിസം ആൻഡ് സൈക്കാട്രിക് ഡിസോർഡേഴ്സ്. ഇതാണ് ജിയിൽ വരുന്നത്. O മീൻസ് ഒക്കുലാർ ഡിസീസ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഈ വെർട്ടിഗോക്ക് ഈ 7 അസുഖങ്ങളാണ്, 7 കാറ്റഗറി തിരിച്ചിട്ടാണ് വെർട്ടിഗോ എന്നുള്ള പേര് കൊടുത്തിരിക്കുന്നത്. ഇനി വെർട്ടിഗോ നേരത്തെ പറഞ്ഞാണ് സബ്ജക്റ്റീവ് വെർട്ടിഗോ ആൻഡ് ഒബ്ജക്റ്റീവ് വെർട്ടിഗോ. എന്തുകൊണ്ടാണ് നമുക്ക് തലകറക്കമുണ്ടാകുക? ഇന്നർ ഇയർ പ്രോബ്ലംസ് ആണ് അധികം തലകറക്കമുണ്ടാക്കുക. ഇന്നർ ഇയറിൽ നമ്മൾ ബാലൻസിനെ അഫക്റ്റ് ചെയ്യും. അതാണ് സാധാരണ അതിൽ വെർട്ടിഗോയിലേക്ക് പോകുന്നതിൻ്റെ പ്രധാന കാരണം. അതിന് നമുക്ക് ചെവിക്ക് 2 ഭാഗങ്ങളുണ്ട്. ഒന്ന് ഓഡിയോക്ക് വേണ്ടിയിട്ട്, കേൾക്കാൻ വേണ്ടിയിട്ട്, 2 ചെവിയുടെ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിന്. അതാണ് ഇയറിൻ്റെ ഫങ്ഷൻ. പിന്നെ ചില ആളുകൾക്ക് ഫിയർ ഓഫ് ഹൈറ്റ്, അത് അക്രോഫോബിയ എന്നാണ് പറയണത്. പക്ഷെ അക്രോഫോബിയ അല്ല, അവർക്ക് മുകളിൽ പോകുമ്പോൾ സ്പിന്നിങ് വരും. ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി താഴേക്ക് നോക്കുമ്പോൾ സ്പിന്നിങ് ഉണ്ടാവും. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു ചെവിക്ക് 2 പാർട്സ് ഉണ്ട്. അത് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹിയറിങ്ങിനുള്ളതാണ്. ഇയറിങ്ങിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ ഇയർ ഉണ്ടാവും, മിഡിൽ ഇയർ ഉണ്ടാവും ആൻഡ് കോക്ലിയ. ഈ 3 ഭാഗങ്ങളാണ് ഇയറിങ്ങിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇക്വിലിബ്രിയം, നമ്മൾ തല ഇറങ്ങാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് സെമി സർക്കുലർ കനാല്, യൂട്രിക്കൽ പ്രൈമറിലി അത് ഡിറ്റക്ട് ഹൊറിസോണ്ടൽ മൂവ്മെന്റ്. യൂട്രിക്കലും സാക്യുലയാണ് നമ്മുടെ മൂവ്മെന്റിനെ ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്യാൻ. അത് ഹൊറിസോണ്ടൽ മൂവ്മെന്റ്, ഫോർവേഡ് അല്ലെങ്കിൽ ബാക്ക്വേഡ്, ലെഫ്റ്റ് ഓർ റൈറ്റ്, ഇതെല്ലാം യൂട്രിക്കലാണ് കൺട്രോൾ ചെയ്യണത്. സാക്യുല എന്ന് പറയുന്ന അല്ലെങ്കിൽ സാക്യൂൾ എന്ന് പറയുന്നത് സെൻസസ് വെർട്ടിക്കൽ മൂവ്മെന്റ് ആണ്. അപ്പ് ആൻഡ് ഡൗൺ, മുകളിലേക്കോ അടിയിലേക്കുള്ള മൂവ്മെന്റിനെ നോക്കുന്നത് സാക്യൂളാണ്. യൂട്രിക്കല് സൈഡ് വൈസ്, ബാക്ക്വേഡ്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്.
പിന്നെ ഒരാൾ സ്ലീപ്പ് ഡിസ്റ്റർബൻസ്, ഒരു ശരിയായ രീതിയിൽ അയാൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല എങ്കിൽ അതുകൊണ്ട് തലകറക്കമുണ്ടാവും. ചിലപ്പോൾ ഉറക്കക്കുറവായിരിക്കാം അയാളുടെ കാരണം. ചിലപ്പോൾ അയാൾ കിടക്കുന്ന ബെഡ് ശരിയല്ല, പില്ലോ ശരിയല്ല, അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ട് ഏരിയയിലുള്ള നോയ്സ് ഡിസ്റ്റർബൻസ്, ഇതെല്ലാം തന്നെ കൊണ്ട് അയാൾക്ക് ഉറക്കം കിട്ടിയില്ലെങ്കിൽ, അല്ലെങ്കിൽ അപ്പുറത്ത് കുറേ ഒരു വീട്ടിലെ ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ കുറേ ആളുകൾ കൂട്ടം കൂടി ഇന്ന് പാട്ടും ബഹളവും ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ അതുകൊണ്ട് തലകറക്കം വരും. പോസിബിൾ കോസസ്, വാട്ട് കോസസ് വെർട്ടിഗോ? ഒന്ന്, മൈഗ്രെയിൻ ഹെഡേക്ക്. Certain medications including some antibiotics, anti-inflammatory drugs and cardiac drugs. ഇതെല്ലാം നമുക്ക് ചിലപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ, ആൻറ്റിബയോട്ടിക് കഴിച്ചാലും ആൻറ്റി ഇൻഫ്ലമേറ്ററി മെഡിസിൻ കഴിച്ചാലും കാർഡിയാക് മെഡിസിൻസ് കഴിച്ചാലും വെർട്ടിഗോ വരാം. സ്ട്രോക്ക് ഉണ്ട്, അരിത്തിമിയ, ഡയബറ്റിസ്, ഹെഡ് ഇഞ്ചുറി, പ്രൊലോങ്ഡ് ബെഡ് റെസ്റ്റ്. ഒരാൾ കുറേ നാൾ ബെഡ് റെസ്റ്റിൽ ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ അയാൾ എഴുന്നേൽക്കുമ്പോൾ തലകറക്കം വരും. അതേപോലെ ഷിംഗിൾസ്, അതായത് ഹെർപ്പസ് സോസ്റ്റർ, അല്ലെങ്കിൽ ഹെർപ്പസ് സോസ്റ്റർ പ്രത്യേകിച്ച് ഫേഷ്യൽ നെർവിൽ വന്നു കഴിഞ്ഞാൽ, ഇയറിനെ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഓഡിറ്ററി നെർവിനെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ വെർട്ടിഗോ വരും. പിന്നെ COVID-19 വന്നപ്പോഴും പലപ്പോഴും പലർക്കും വെർട്ടിഗോ ഉണ്ടായിട്ടുണ്ട്. ആഫ്റ്റർ ഇയർ സർജറി, അത് ടിമ്പാനോപ്ലാസ്റ്റി ആയാലും അല്ലെങ്കിൽ ചെവിയുടെ ഉള്ളിലുണ്ടാവുന്ന ബോൺ ഡിസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്തു കഴിഞ്ഞാലും പലർക്കും അത് കഴിഞ്ഞിട്ട് വെർട്ടിഗോ വരും. പെരി ലിംഫാറ്റിക് ഫിസ്റ്റുല, അതായത് ഇന്നർ ഇയറിലെ ഫ്ലൂയിഡ് ലീക്ക് ചെയ്ത് മിഡിൽ ഇയറിലേക്ക് ലീക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാലും പെരി ലിംഫാറ്റിക് ഫിസ്റ്റുല എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ടെങ്കിൽ വെർട്ടിഗോ വരും. ഹൈപ്പർ വെന്റിലേഷൻ, റാപ്പിഡ് ബ്രത്തിങ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഒരാളിങ്ങനെ വളരെ ചെയിൻ സ്റ്റോക്ക് ബ്രീത്തിങ് പോലെ വരികയാണെങ്കിൽ അയാൾക്ക് വെർട്ടിഗോ വരും. ലോ ബ്ലഡ് പ്രഷർ വന്നു കഴിഞ്ഞാൽ വരും. അറ്റാക്സിയ, മസിൽ വീക്ക്നെസ്, ഉദാഹരണത്തിന് സിഫിലിസ് പോലെയുള്ള രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അയാളുടെ ഗെയിറ്റ് വ്യത്യാസം വരും, നടത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾക്ക് ഇത് വരും, തലകറക്കം വരും. പിന്നെ വരുന്നത് ഓട്ടോസ്ക്ലെറോസിസ്, ചെവിയുടെ ഉള്ളിൽ മിഡിൽ ഇയറിൽ ഒരു ബോൺ ഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞു, അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലർക്ക് വെർട്ടിഗോ വരും. പിന്നെ ബ്രെയിൻ ഡിസീസസ്, അതായത് മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, അക്യോസ്റ്റിക് ന്യൂറോമ, CP അംഗങ്ങളിൽ വരുന്ന ട്യൂമറിനെയാണ് അക്യോസ്റ്റിക് ന്യൂറോമ എന്ന് പറയുന്നത്. പിന്നെ വൈറസ് കൊണ്ട് ലാബ്രിന്തൈറ്റിസ് ഉണ്ടാവും, ചില വൈറസ് ഇൻഫെക്ഷൻ. അത് വേറെ കോമൺ കോൾഡ് ആയാലും ഇൻഫ്ലുവൻസ ആയിക്കഴിഞ്ഞാലും ആ വൈറസ് ഇൻഫെക്ഷൻ കൊണ്ട് നമുക്ക് വെസ്റ്റിബുലാർ നെർവിനെ അഫക്റ്റ് ചെയ്ത് ലാബ്രിന്തൈറ്റിസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിഗോ ഉണ്ടാവും. അതിന് ഏത് ഇപ്പോൾ ഹെർപ്പസ് സോസ്റ്ററിൻ്റെ വൈറസ് ആയാലും, ചിക്കൻ ബോക്സിൻ്റെ വൈറസ് ആണെങ്കിലും, ഇൻഫ്ലുവൻസ വൈറസ് ആണെങ്കിലും, കോവിഡ് വൈറസ് ആണെങ്കിലും ഈ ലാബ്രിന്തൈറ്റിസ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. അത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെർട്ടിഗോ, ഇയറിംഗ് ലോസ് ആൻഡ് ഡിസിനസ് അനുഭവപ്പെടും. ഇത് വന്നു കഴിഞ്ഞാൽ മിക്കവാറും ആഴ്ചകളോ അല്ലെങ്കിൽ 1-2 മാസം കൊണ്ട് തനിയെ മാറിപ്പോവുകയും ചെയ്യും. ഇപ്പം നമ്മൾ ഒരു ചോദ്യം, ഓഡിറ്ററി നെർവ്, അതായത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഓഡിറ്ററി നെർവ് എന്നാണ് ക്രൈനിയൽ നെർവസിലെ 8ാമത്തെ നെർവിനെ പറഞ്ഞിരുന്നത്. പിന്നീട് അത് മാറിയിട്ടുണ്ട്. നമുക്ക് ക്രൈനിയൽ നെർവസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടാവും. 12 നെർവുകളാണ് നമുക്ക്, 12 പെയറാണ്. അതിൽ 1 ഓൾഫാക്ടറി, 2 ഓപ്റ്റിക്, 3 ഓക്കുലോമോട്ടോർ, ട്രോക്ലിയർ, ട്രൈജെമിനൽ, അബ്ഡസൻസ്, ഫേഷ്യൽ, വെസ്റ്റിബുളോ കോക്ലിയർ എന്നാണ് ഓൾഡ് ഓഡിറ്ററി നെർവ് ആയിരുന്നു. ഗ്ലോസോഫറാഞ്ചിയൽ നെർവ്, വാഗസ് നെർവ്, ആക്സിസറി നെർവ് ആൻഡ് ഹൈപ്പോഗ്ലോസൽ നെർവ്. ഇതാണ് 12 ക്രേനിയൽ നെർവസ്. ഇത് നമ്മൾ കോളേജിൽ ഫസ്റ്റ് ഇയർ ഒക്കെ പഠിക്കുമ്പോൾ ഈ 12 പേരും ഓർക്കാൻ വേണ്ടി നമ്മൾ പല ടെക്നിക്കുകൾ ഉപയോഗിച്ചിരുന്നു. അത് പലർക്കും അറിയാമെന്ന് തോന്നണം. എന്നാലും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് എടുത്തപ്പോൾ അത് പലരും ആദ്യമായിട്ട് കേട്ടതുപോലെ തോന്നി. അത് ഇതിലെല്ലാവരും ഡോക്ടേഴ്സ് ആയതുകൊണ്ട് അതിവിടെ പറയുന്നതിന് കുഴപ്പമില്ല എന്ന് തോന്നണം. അത് ഈ ഇതിനെ നമ്മൾ പറയുന്ന OOO, ടു ടച്ച് ആൻഡ് ഫീൽ എ ഗേൾസ് വജൈന, എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് 3 ഓൾഫാക്ടറി, ഒപ്റ്റിക്, ഒക്കുലോമോട്ടർ, ട്രോക്ലിയർ, ട്രൈജെമിനൽ ആൻഡ് അത് ഓഡിറ്ററി നെർവിൻ്റെയാണ് എന്ന് പറയുന്നത്, എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ 12 പേര് ഓർക്കാൻ വേണ്ടി കോളേജിൽ വെച്ച്
പറഞ്ഞിരുന്നതാണ് ട്രോക്ലിയർ, ട്രൈജമിനൽ, അബ്ഡ്യൂസൻസ്, ഫേഷ്യൽ, വെസ്റ്റിബുലോ ഒക്ലിയർ, അതായത് ഓഡിറ്ററി നെർവ്, ഗ്ലോസോഫാരാഞ്ചിയൽ, വാഗസ്, ആക്സസറി, ഹൈപ്പോഗ്ലോസലിന്റെ ഓർക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ആ പേര് നിങ്ങളുടെ പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ അതെന്താന്ന് വെച്ചാൽ അത് അവിടെ കോളേജിൽ പഠിച്ച ഹോമിയോ കോളേജിൽ പഠിച്ചിരുന്നവരാണ് പേര് ഓർക്കാൻ വേണ്ടി ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ അക്കാലത്ത് പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഞാൻ ആ ക്ലാസ് എടുത്തപ്പോൾ പലരും അത് അറിയില്ല എന്ന് പറഞ്ഞു. നമുക്ക് വേറൊരു നെർവ് കൊണ്ടുണ്ട്, 13ാമത്തെ ക്രേനിയൽ നെർവ് എന്ന് പറഞ്ഞ അനാറ്റമിയൊക്കെ എക്സാമിനേഷൻ വരുമ്പോൾ ചോദിക്കും 12 ക്രേനിയൽ നെർവ്, 13ാമത്തെ ക്രേനിയൽ നെർവ് ഏതാണെന്ന് ചോദിക്കും. നമുക്ക് ഓർമ്മ വരില്ലായിരുന്നു. ടെർമിനാലിസ് ഓർ ടെർമിനൽ നെർവ് എന്ന് പറയുന്ന നെർവി ടെർമിനാലിസ് അല്ലെങ്കിൽ ടെർമിനൽ നെർവ് എന്ന് പറയുന്നതാണ് 13ാമത്തെ ക്രേനിയൽ നെർവായിട്ട് പറഞ്ഞ. ഈ സിംറ്റംസ് ഓഫ് വെർട്ടിഗോ, ഫീലിംഗ് സിക്ക്. ഏത് വെർട്ടിഗോ വന്നു കഴിഞ്ഞാലും അയാൾക്ക് ഒരു സുഖമില്ല എന്നുള്ളത്. ഒരു വെർട്ടിഗായിട്ട് ഇരിക്കുന്ന ഒരാളെന്ന് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നമ്മൾ അയാളെ കാണുമ്പോൾ തന്നെ ചോദിച്ചു പോകും. പിന്നെ സ്പിന്നിങ് സെൻസേഷൻ, ചുറ്റുപാടുള്ള അത് കറങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ സ്വയം കറങ്ങുന്നതായിട്ട് തോന്നും. ലോസ് ഓഫ് ബാലൻസ്, എണീറ്റ് നിന്നാൽ അയാൾ ഒരു സ്ഥലത്തേക്ക് ആടിപ്പോവും, നേരെ നിൽക്കാൻ പറ്റില്ല. ഡിസിനസ് ഉണ്ടാവും, നോസിയ ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും. വൊമിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെർട്ടിഗോ വന്നു കഴിഞ്ഞാലും ആ വെർട്ടിഗോയോട് കൂടി അസോസിയേറ്റ് ചെയ്ത് വരുന്ന ലക്ഷണമാണ് വൊമിറ്റിംഗ്. പിന്നെ സ്വെറ്റിംഗ് ഉണ്ടാവും, വേർപ്പ്. ലുക്കിംഗ് പെയിൽ, ആളിങ്ങനെ ഒരു അനീമിക് ആയിട്ട് വരുന്ന പോലെ മുഖം വിളറിയിരിക്കും, മുഖത്തൊക്കെ വേർപ്പുണ്ടാവും. പിന്നെ നിസ്റ്റാഗ്മസ്, നേരത്തെ പറഞ്ഞ ഒരു സ്ഥലത്തേക്ക് അയാൾക്ക് ഒബ്ജക്റ്റ് ചെയ്ത് വെക്കാൻ പറ്റില്ല. കണ്ണിന്റെ കൃഷ്ണമണി അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കും, ഒരു നേരെ നിൽക്കില്ല. അതാണ് നിസ്റ്റാഗ്മസ്. ഈ വെർട്ടിഗോ സെവറൽ എക്സാമ്പിൾ. ടൈപ്സ് ഓഫ് വെർട്ടിഗോ. പെരിഫറൽ വെർട്ടിഗോ ആണ് അധികം വരുന്നത്. 80% ഓഫ് വെർട്ടിഗോയും പെരിഫറലാണ്. 20% വെർട്ടിഗോ ആണ് സെൻട്രൽ വെർട്ടിഗോ. സെൻട്രൽ വെർട്ടിഗോ എന്ന് പറയുന്നത് നെർവസ് സിസ്റ്റത്തിനെ അഫക്റ്റ് ചെയ്ത കാരണങ്ങൾ കൊണ്ട് ഉണ്ടാവുന്നതാണ് സെൻട്രൽ വെർട്ടിഗോ. മറ്റേത് പെരിഫറൽ വെർട്ടിഗോ എന്ന് പറഞ്ഞാൽ ചെവിയുടെ ഔട്ടർ ഇയർ, മിഡിൽ ഇയർ വരുമ്പോൾ. സെൻട്രൽ വെർട്ടിഗോ എന്ന് പറയുമ്പോൾ ഇന്നർ ഇയറും ബ്രെയിനും. പിന്നെ പെരിഫറൽ ആൻഡ് സെൻട്രൽ. ഇത് പാത്തോളജി, അത് പോട്ടെ, നമുക്ക് അത് പറഞ്ഞാൽ സമയം പോകും. കോസസ്, പെരിഫറൽ വെർട്ടിഗോയുടെ കോസസിൽ 37% ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ ആണ്, BPPV എന്ന് പറയും. ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ. മീനേഴ്സ് ഡിസീസ് 12%. സുപ്പീരിയർ കനാൽ ഡി സെൻസ് സിൻഡ്രോം എന്ന് പറയുന്ന, അത് പെർസെൻറ്റേജ് പറഞ്ഞിട്ടില്ല, എന്നാലും 4 to 8% ആണ്. വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ്, നേരത്തെ പറഞ്ഞു വൈറൽ ഡിസീസ് ഒക്കെ വന്നു കഴിഞ്ഞാലാണ്. വിഷ്വൽ വെർട്ടിഗോ, കണ്ണിൻ്റെ ഫോക്കസ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പവറിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെർട്ടിഗോ. മോഷൻ സിക്നസ്, വിഷ്വൽ വെർട്ടിഗോ ചിലവർക്ക് സിനിമ TV ഒക്കെ കുറേ നേരം കണ്ടിരുന്നു കഴിഞ്ഞാൽ വരും. മോഷൻ സിക്നസ്, യാത്ര ചെയ്താൽ ഉണ്ടാകുന്ന തലകറക്കം. ഇൻഫെക്ഷൻസ് ഇൻവോൾവിങ് ഇന്നർ ഇയർ. ഒട്ടോറിയൊക്കെ ഈ പിന്നെ വെർട്ടിഗോക്ക് ഒരു കാരണമാണ്. പിന്നെ സെൻട്രൽ റീസൺസ്, ഇൻഫെക്ഷൻ വരുന്നത്, ബ്രെയിനിൽ എമറേജ് വരുന്നതും. ബ്രെയിനിൽ ഒരു ക്ലോട്ട് വരെ അല്ലെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവുക ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വെർട്ടിഗോ വരും. ട്യൂമേഴ്സ് ഓഫ് വെസ്റ്റിബുലോ പോണ്ടൈൻ ആംഗിൾ, CP ആംഗിളിൽ ഉണ്ടാകുന്ന ട്യൂമർ, അതിനെ വെസ്റ്റിബുലർ ഷനോമ എന്ന് പറയുന്നതാണ്. പിന്നെ എപ്പിലെപ്സി വന്നു കഴിഞ്ഞാൽ സർട്ടൈൻ ഡ്രഗ്സ് സച്ച് ആസ് ആൻറ്റി കൺവൾസൻസ്, ആസ്പിരിൻ ആൻഡ് സർവൈക്കൽ സ്പോണ്ടലൈസിസ്, മൈഗ്രെയിൻ ഹെഡേക്ക്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, പാർക്കിൻസോണിസം, ഇതെല്ലാം സെൻട്രൽ വെർട്ടിഗോ ആണ്. മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് വന്നു കഴിഞ്ഞാൽ പേഷ്യൻ്റ് പറയുന്ന ഒരു സിംറ്റം ചിലപ്പോൾ വെർട്ടിഗോ ആയിരിക്കും. റിസ്ക് ഫാക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ ജെൻഡേഴ്സിന്, ഫീമെയിൽസിന് കൂടുതലാണ്, ഡയബറ്റിക് ഉള്ളവർക്ക് കൂടുതലാണ്, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് കൂടുതലായിരിക്കും. സ്ത്രീകൾക്ക് കൂടുന്നതിൻ്റെ കാരണം ഇന്നർ ഇയർ പ്രോബ്ലം ആണ്. വിച്ച് അഫക്റ്റ് ബാലൻസ് ആർ ദ മോസ്റ്റ് കോമൺ കോസ് ഓഫ് വെർട്ടിഗോ. ഇറ്റ് ക്യാൻ ആൾസോ ബി കോസ്ഡ് ബൈ പ്രോബ്ലം സർട്ടൻ ഇത് ബ്രെയിനിൽ വരുന്ന ചില കാരണങ്ങളാണ്. കോസ് ഓഫ് വെർട്ടിഗോ മേ ഇൻക്ലൂഡ് ബിനൈൻ പരോക്സിസ്മൽ പൊസിഷണൽ വെർട്ടിഗോ വേർ സർട്ടൻ ഹെഡ് മൂവ്മെന്റ്സ് ട്രിഗർ ദ വെർട്ടിഗോ. ചില തല അനക്കല്,
ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അടുക്കളയിൽ കുമ്പിട്ട് നീർന്നും ചിലപ്പോൾ മുകളിൽ ഷെൽഫിലിരിക്കുന്ന ഒരു സാധനം തല എത്തിച്ച് കഴുത്ത് ഉയർത്തിപ്പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും കുമ്പിട്ട് നീരുന്നതും ഒക്കെ തലകറക്കം, പ്രത്യേകിച്ച് ബിനൈൻ പരോക്സിസ്മൽ പൊസിഷനിലെ വെർട്ടിഗോ കൂടും. ഇത് അതിൻ്റെ ഒരു അനാറ്റമി കാണിക്കണം എന്നുള്ളൂ. ബിനൈൻ പരോക്സിസ്മൽ പൊസിഷനിൽ വെർട്ടിഗോ വരുന്നതിന് ഒരു പ്രധാന കാരണം യൂട്രിക്കളും ഓട്ടോകോണിയ എന്ന് പറഞ്ഞാൽ അറിയാലോ. ഓട്ടോകോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്രിക്കലിൽ വരുന്ന കാൽസ്യം കാർബണേറ്റ് പാർട്ടിക്കിളാണ് നോർമൽ ഓട്ടോകോണിയ എന്ന് പറയുന്നത്. ഈ നോർമൽ ഓട്ടോകോണിയ എന്ന് പറയുന്ന യൂട്രിക്കലിൻ്റെ ഉള്ളിലായിരിക്കും ഈ കാൽസ്യം കാർബണേറ്റ് ഉണ്ടാവുക. അത് അവിടെ നിന്ന് യൂട്രിക്കളിൽ നിന്ന് ചാടിയിട്ട് സെമി സർക്കുലർ കനാലിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വെർട്ടിഗോ വരും. അതിനെ തിരിച്ച് യൂട്രിക്കളിലേക്ക് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ വെർട്ടിഗോ പോവും. അതിനുള്ള എക്സസൈസുകളുണ്ട്, അത് വഴി പുറമേ വരുന്നുണ്ട്. അപ്പം ഇതിൽ ഇൻഫ്ലെയിംഡ് വെസ്റ്റിബുലാർ നെർവ് വെർട്ടിഗോക്ക് കാരണമാവുന്നതാണ് റെഡിൽ കാണിച്ചിരിക്കുന്നത്. പിന്നെ കോക്ലിയർ നെർവിന് പ്രശ്നം ഉണ്ടെങ്കിലും വരും. ഇയർ ഡ്രം ബ്രോക്കൺ ആയിട്ടുണ്ടെങ്കിലും വരും. യൂസ്റ്റേഷൻ ട്യൂബ് ബ്ലോക്ക് ആയാൽ യൂസ്റ്റേഷൻ കറ്റാറ കൊണ്ട് അതുകൊണ്ടും തലകറക്കം വരാം. പിന്നെ വെസ്റ്റിബുലാർ ന്യൂറൈറ്റിസ് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. കോംപ്ലിക്കേഷൻസ് ഓഫ് വെർട്ടിഗോ, പേഴ്സിസ്റ്റന്റ് നോസിയ ആൻഡ് വൊമിറ്റിംഗ്. അവർക്ക് എപ്പോഴും തല കറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്പിന്നിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നോസിയ വരും, വൊമിറ്റിങ് വരും. കൊലീഷൻ, അവർ നടക്കുമ്പോൾ ഭിത്തിമ ചെന്ന് തലയിടിക്കാം. ഒരു വാഹനത്തിൽ കയറുമ്പോൾ ആ കാറിൻ്റെ ഡോറും ഇടിക്കാം, അല്ലെങ്കിൽ റൂമിൽ നിന്ന് എണീറ്റ് പോകുമ്പോൾ വാതിലുമ്മ ചെന്ന് ഇടിക്കാം. അങ്ങനെ കൊലീഷൻ, ആ കൊലീഷൻ ചിലപ്പോൾ സിവിയർ ആവാം. പിന്നെ സെക്കൻഡറി ഇഞ്ചുറി, റിസ്ക് ഓഫ് ഇഞ്ചറിങ് ദംസെൽസ് ബൈ ഫാളിങ്. അവർ എണീറ്റ് പോകുമ്പോൾ അവർ വിചാരിച്ച സ്ഥലത്ത് പിടിക്കാൻ പറ്റാതെ താഴത്തേക്ക് വീണു പോവും. അത് ചിലപ്പോൾ ഹെഡ് ഇഞ്ചുറി ആവാം, കൈക്കോ കാലിനോ ഫ്രാക്ചർ ആവാം. അത് അങ്ങനെ ഒരു ഹൈ റിസ്ക് ഇതിനെക്കുറിച്ചുണ്ട്. വെർട്ടിഗോ ഉള്ളവർ ചെയ്യാൻ പാടുള്ളതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്? തലകറക്കം തോന്നിക്കഴിഞ്ഞാൽ അനങ്ങാതെ, പ്രത്യേകിച്ച് ഡാർക്ക് റൂമിൽ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് അനങ്ങാതെ കിടക്കാവുന്നതാണ്. പിന്നെ നമ്മൾ തല അനക്കുമ്പോൾ വളരെ കെയർഫുള്ളായിരിക്കുക. ഡെയിലി ആക്ടിവിറ്റീസിൽ പെട്ടെന്ന് തല കുമ്പിടാതിരിക്കുക, തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാതിരിക്കുക. പിന്നെ എണീറ്റിരിക്കുമ്പോൾ നേരെ അപ്രൈറ്റ് ആയിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. പിന്നെ നമുക്കൊരു തലകറക്കം പോലെ തോന്നുന്ന ആ ഭാഗത്തേക്ക് നോക്കാതെ കണ്ണടച്ചിരിക്കാൻ നോക്കണം. പിന്നെ ലൈറ്റ് എണീറ്റ് രാത്രി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് തലകറക്കമുള്ള ആൾ നടക്കുമ്പോൾ ഇരുട്ടും കൂടെ ഉണ്ടെങ്കിൽ അയാൾ ബാലൻസ് തെറ്റിപ്പോവാം. അപ്പോൾ ആ സമയത്ത് അവർ എണീക്കുകയാണെങ്കിൽ ലൈറ്റ് ഓൺ ചെയ്യണം. ഒരു വാക്കി സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്, ഒരു സപ്പോർട്ട് കിട്ടും. വിടാൻ വേണ്ടി പോകുമ്പോൾ വാക്കി സ്റ്റിക്ക് നിലത്ത് കുത്തിയാൽ പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ രാത്രി കിടക്കുമ്പോൾ ഒത്തിരി പൊക്കം കൂടിയ തലയണോ അല്ലെങ്കിൽ 2 പില്ലോ ഉപയോഗിച്ച് തല അല്പം എലിവേറ്റ് ചെയ്ത് വെക്കാൻ നോക്കാം. പിന്നെ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ സാവധാനം എഴുന്നേക്കുക. എന്നിട്ട് ബെഡിൻ്റെ സൈഡിൽ 1 മിനിറ്റോളം ഇരിക്കുക. ഇരുന്ന് കഴിഞ്ഞിട്ട് 1 മിനിറ്റ് നിൽക്കുക. അത് കഴിഞ്ഞ് മാത്രം മൂവ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പോൾ ബാത്റൂമിലൊക്കെ പോകാൻ വേണ്ടി എണീക്കുമ്പോൾ പെട്ടെന്ന് ബെഡിൽ നിന്ന് ചാടി എണീറ്റ് ബാത്റൂമിലേക്ക് പോയാൽ ചിലപ്പോൾ ബാത്റൂമിൽ എത്തുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ബാത്റൂമിലോ തലയിറങ്ങി വീഴാം. അപ്പോൾ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുക, ബെഡിൻ്റെ സൈഡിൽ ഇരിക്കുക 1 മിനിറ്റ് എണീറ്റ് നിൽക്കുക. അത് കഴിഞ്ഞ് മാത്രം മൂവ് ചെയ്യുക. അത് തലകറക്കമുള്ളവരും തലകറക്കമുള്ള സമയത്ത് മാത്രം. അപ്പോൾ അതേപോലെ തന്നെ സ്ട്രെസ് ഇത് ചെയ്യുക, ആങ്സൈറ്റി ഒക്കെ കുറക്കാൻ നോക്കണം. എന്തെങ്കിലും സ്ട്രെസ്സും ആങ്സൈറ്റി ഉണ്ടെങ്കിൽ അത് കുറക്കണം. ചിലപ്പോൾ മരുന്ന് കഴിച്ച് കുറക്കേണ്ടി വരും. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, നമ്മൾ ഒരിക്കലും ഒരു സാധനം തല കുമ്പിട്ട് കീപ്പോട്ട് നോക്കിയെടുക്കാൻ ശ്രമിക്കരുത്. അതേപോലെ തന്നെ കഴുത്ത് ഉയർത്തിപ്പിടിച്ചിട്ട് മുകളിൽ ഒരു ഷെൽഫിൻ്റെ മുകളിലിരിക്കുന്ന ഒരു സാധനം എടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ചിലപ്പോൾ ആ സാധനത്തോടു കൂടി തന്നെ ആളും മറിഞ്ഞു വീഴും. സപ്ലിമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ് വളരെയധികം വെർട്ടിഗോ കുറക്കും. നമ്മളുടെ ഹോമിയോപ്പതി വീസൽ കമ്പനിയൊക്കെ 60,000 യൂണിറ്റിൻ്റെ വൈറ്റമിൻ ഡി ഇറക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ B12 ഇപ്പം ഈയിടെയായിട്ട് ഏറ്റവും കൂടുതൽ ഡോക്ടർമാർ ചെക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് വൈറ്റമിൻ B12.
കോബലാമിൻ എന്ന് പറയുന്ന വൈറ്റമിനാണ്. വൈറ്റമിൻ B12 നെർവിന് വളരെയധികം ഗുണം ചെയ്യും. നെർവ് ഫങ്ഷന് സ്റ്റിമുലേറ്റ് ചെയ്യും. അതിൻ്റെ പ്രവർത്തനത്തിന് കൂടുതൽ ഉത്തേജിപ്പിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ RBC പ്രൊഡക്ഷന് അത് ഇത് ചെയ്യും. DNA സിന്തസിസ് കൂട്ടാനും ഈ കോബലാമിൻ വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വൈറ്റമിൻ B12 അളവ് കുറയും. ഇപ്പോൾ വൈറ്റമിൻ B12 ടാബ്ലറ്റ് അത് കാരണം കണ്ടമാനം കമ്പനികൾ ഇറക്കുന്നുണ്ട്. പിന്നെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റിലും കോബലാമിൻ ഉണ്ടാവും, പക്ഷെ അതിൻ്റെ അളവ് വളരെ കുറവാണ്. നമ്മൾ ഹോമിയോപ്പതി കമ്പനി എനിക്ക് തോന്നുന്നത് വീസിലാണെന്ന് തോന്നണം ഈ കോബലാമിൻ ഇറക്കുന്നുണ്ട്. പിന്നെ അതൊരു വാട്ടർ സോലുബിൾ വൈറ്റമിൻ ആണ്. അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് അനിമൽ പ്രോഡക്ട്സിൽ നിന്നും ഫോർട്ടിഫൈഡ് ഫുഡ്സിൽ നിന്നാണ്. പിന്നെ കാൽസ്യത്തിൻ്റെ കുറവും വെർട്ടിഗോ ഉണ്ടാക്കും. അപ്പോൾ അത് കാൽസ്യം സപ്ലിമെൻറ്റേഷൻ നടത്തുന്നത് നല്ലതാണ്. മാത്രമല്ല കാൽസ്യം സപ്ലിമെൻറ്റേഷൻ കൊടുക്കുന്നത് വെർട്ടിഗോ വന്ന ഒരാൾ വീണ് കഴിഞ്ഞാൽ അയാളുടെ കൈ കാലൊക്കെ ഒടിയാനുള്ള സാധ്യത കുറച്ച് കുറക്കും. പിന്നെ ബെസ്റ്റ് ഫുഡ് ഫോർ വെർട്ടിഗോ പേഷ്യൻസ് ഒന്ന് ബെറീസ്. ബെറീസ് എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഈ വേദിയിൽ തന്നെ. ബെറീസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയണം സ്ട്രോബെറി, ബ്ലാക്ക്ബെറി, ബ്ലൂബെറി, അതൊക്കെയാണ് ബെറി എന്ന് പറയും. ഒരിക്കലും അതൊന്നും ബെറി ഫ്രൂട്ട്സ് അല്ല. ബെറി ഫ്രൂട്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചക്ക ബെറിയാണ്, പൈനാപ്പിൾ ബെറിയാണ്, അയിനിച്ചക്ക ബെറിയാണ്. ഒരു ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ ഒന്നിലധികം ഫ്രൂട്ട്സ് ഒന്നിച്ചിരിക്കുന്ന ഫ്രൂട്ട്സിനെയാണ് ബെറി ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അതാണ് ബെറി എന്ന് പറയുന്നത്. അപ്പോൾ സിട്രസ് ഫ്രൂട്ട്സ്, ചെറുനാരങ്ങ, ഓറഞ്ച്, മുസമ്പി മുതലായവയെല്ലാം സിട്രസ് ഫ്രൂട്ട്സ് ആണ്. അമല ജ്യൂസ്, അതായത് നമ്മുടെ നെല്ലിക്ക, അമല, അരിഷ്ടം, അതെല്ലാം നെല്ലിക്ക കെട്ടിയിട്ടുണ്ടാവുന്ന അരിഷ്ടമാണ്. അത് കുടിക്കുന്നത് നല്ലതാണ്. പൈനാപ്പിൾ നല്ലതാണ്. പേരക്ക നല്ലതാണ്. ബെസ്റ്റ് ഡ്രിങ്ക് ഫോർ വെർട്ടിഗോ ഒന്ന് നമുക്ക് കൊടുക്കാവുന്ന ഒരു നല്ല സാധനമാണ്. തലയിറക്കമുള്ളപ്പോൾ തലയിറക്കത്തിന് അടിക്കടി നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ജിഞ്ചിബർ ടിഞ്ചർ 100 മില്ലി കൊടുക്കുക. അതിൽ നിന്ന് 2 സ്പൂൺ, അതായത് 10 മില്ലി തേൻ ചേർക്കുക. പിന്നെ തേനും ചേർത്ത് കുറച്ച് ചൂടുള്ള വെള്ളം ചേർത്തിട്ട് ഇവർക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ ഈ ജിഞ്ചിബർ ടിഞ്ചറും ഹണിയും ഹോട്ട് വാട്ടറും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അത് 1-2 ഗ്ലാസ് ഇടയ്ക്കിടയ്ക്ക് കുടിക്കുകയാണെങ്കിൽ അവരുടെ ഈ വെർട്ടിഗോന്ന് അവർ പെട്ടെന്ന് റിക്കവേർഡ് ആവും. പിന്നെ ജിഞ്ചർ ടീ, അത് വളരെ നല്ലതാണ്. ഇഞ്ചി പിഴിഞ്ഞ് കുത്തിപ്പിഴിഞ്ഞ് നേരെടുത്ത് കട്ടൻ ചായ ചേർത്ത് കുടിക്കുക എന്നുള്ളത് വളരെ നല്ലതാണ്. പിന്നെ വരുന്നത് ഗ്ലിസറിൻ ഉണ്ട്. ഗ്ലിസറിൻ മൈസെൽഫ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ക്ലിയർ ഫ്ലൂയിഡ്, വെറും ഒട്ടും നിറമില്ലാത്ത മിൽക്കി കളറല്ല, വൈറ്റ് കളറൊന്നും ഉണ്ടാവില്ല, വെറുതെ കണ്ണീര് പോലെ ഇരിക്കുന്ന ഗ്ലിസറിൻ. അത് ആ ഗ്ലിസറിൻ തന്നെ നമ്മൾ ചോദിച്ചു മേടിക്കണം. 100 ഗ്രാമിൻ്റെ ബോട്ടിലായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ലെമൺ, ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ട് 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഏത് സർബത്തിനേക്കാളും നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ബ്രെയിൻ സെൽസിൻ്റെ എഡിമ കുറക്കാൻ ഏറ്റവും നല്ല ഒരു ഫുഡുമാണ്. ശരിക്കും നല്ല അവർ ഭയങ്കരമായിട്ട് ക്ഷീണമൊക്കെ കുറയുകയും ചെയ്യും. പെട്ടെന്ന് തലയിറക്കം കുറയും. ബ്രെയിൻ സെൽസിന് എഡിമ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഈ കോമ്പിനേഷൻ കൊടുക്കുന്നത് വളരെ ഗുണം ചെയ്യും. എന്തൊക്കെ ഫുഡാണ് ഒഴിവാക്കേണ്ടത് തലയിറക്കമുള്ളപ്പോഴെന്ന്? ഒന്ന്, അയാൾ കോഫി, ടീ, എനർജി ഡ്രിങ്ക്സ്, സോഡയൊക്കെ ഒഴിവാക്കണമെന്നല്ല. അപ്പോൾ ഒരു ഭക്ഷണത്തിൽ ഉപ്പ് കുറക്കുക. ഉപ്പ് അധികമായി കഴിഞ്ഞാൽ അത് വെർട്ടിഗോ ട്രിഗർ ചെയ്യും. അവോയ്ഡ് ഫുഡ്സ് ലൈക്ക് ഡ്യൂറിങ് വെർട്ടിഗോ. വെർട്ടിഗോ ഉള്ള സമയത്ത് നമ്മൾ ഇതൊക്കെ കൊടുക്കുക. ബ്രെഡ് കൊടുക്കാതിരിക്കുക, പിസ്സ കൊടുക്കാതിരിക്കുക, സ്നാക്സ്, ചിപ്സ്, പിന്നെ വറുത്ത കോരിയ ചിപ്സുകൾ, പോപ്കോൺ, കാനഡ് സൂപ്പ്, സാൻഡ്വിച്ച്, എഗ്, മുട്ട ചേർത്തുണ്ടാക്കുന്ന ഓംലെറ്റ് ആയാലും ബുൾസൈ ആണെങ്കിലൊക്കെ അത് ഒഴിവാക്കുക. പിന്നെ പേഷ്യൻറ്റിനെ എപ്പോഴും വെള്ളം നന്നായിട്ട് കുടിപ്പിച്ച് റീഹൈഡ്രേഷൻ നടത്തിയിരിക്കണം. ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് അവർ വൊമിറ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനുള്ള അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകും, രുചി ഉണ്ടാവില്ല, കഴിക്കാൻ എണീറ്റിരിക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർ ഡീഹൈഡ്രേറ്റഡ് ആവും. അപ്പോൾ റീഹൈഡ്രേഷൻ നടത്തിയിരിക്കണം. പിന്നെ എക്സസൈസ് ഉണ്ട്. ഏറ്റവും നല്ലത് തലകറക്കം മാറാൻ എക്സസൈസ് തന്നെയാണ്. അതിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് എപ്ലൈ മാനോവർ എക്സസൈസ് ആണ്. അതുകൂടാതെ
സീമന്റെ മാനോവർ എക്സസൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 3-4 എക്സസൈസ് വരുന്നുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ലത് എപ്ലി മാനോവർ എക്സസൈസ് ചെയ്യിക്കാണ്. പേഷ്യന്റിന് പറഞ്ഞു കൊടുക്കാനും നമുക്ക് വളരെ എളുപ്പമാണ്. എപ്ലി മാനോവർ എക്സസൈസ് ആണ് ഇവിടെ ഞാൻ കാണിക്കുന്നത്. അത് പേഷ്യന്റ് ഇരുന്നിട്ട് തല റൈറ്റിലേക്ക് ചെരിച്ചു പിടിക്കുക, കിടക്കുക, തലേണ ഇറക്കി വെക്കേണ്ട ഷോൾഡർ ഭാഗത്തേക്ക് വെക്കണം, തല വെക്കരുത്. എന്നിട്ട് ലെഫ്റ്റിലേക്ക് തല തിരിക്കുക. അങ്ങനെ ഒരു 30 സെക്കൻഡോളം കിടന്നിട്ട് വീണ്ടും തല അടിയിലേക്ക് ആക്കിക്കൊണ്ട് 30 സെക്കൻഡ് കൂടെ കിടക്കുക. 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ. പിന്നെ എണീറ്റിരിക്കുക, വീണ്ടും റൈറ്റിലേക്ക് തല തിരിച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റിലേക്ക് തിരിക്കുക. ലെഫ്റ്റിലേക്ക് തല തിരിക്കണം. 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ ഈ പൊസിഷനിൽ തന്നെ കിടക്കണം. ഇപ്പൊ ലെഫ്റ്റിലേക്ക് തല തിരിച്ചു. അത് കിടന്നുകൊണ്ട് വേണമെങ്കിലും ചെയ്യാം, അങ്ങനെയും കുഴപ്പമില്ല. എണീറ്റ് ഇരുന്നിട്ട് തിരിച്ചിട്ട് കിടക്കാം. ഇനി ലെഫ്റ്റിലേക്ക് ബോഡി തന്നെ തിരിയണം. ഇനി റൈറ്റിലേക്ക് തലയിരിച്ചിട്ട് തിരിച്ച് കിടക്കാം. അങ്ങനെ വേണമെന്നില്ല, മറ്റേത് മാത്രം ചെയ്താലും മതി. ഇനി 2 പൊസിഷനിലും ചിലർക്ക് കൂടുന്നുണ്ടെങ്കിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും തല തിരിച്ചു വെച്ചിട്ട് ഇതേപോലെ തന്നെ നമ്മ റൈറ്റിൽ ചെയ്ത പോലെ തന്നെ ലെഫ്റ്റ് ഇതിൽ കിടന്നിട്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കിടന്ന് ചെയ്യണമോ നമ്മ പേഷ്യന്റിനോട് പറയണം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് തലകറക്കം ഉണ്ടാവാം. അതാണ് ആ കണ്ണ് വെട്ടിക്കുന്നതായിട്ട് കാണിക്കുന്നത്. കണ്ണ് വെട്ടിക്കുക എന്ന് പറയുന്നത് സോറി ഈ പൊസിഷനിൽ ഇങ്ങനെ കിടക്കുക. ഇത് ഒരു സൈഡിലേക്ക് മാത്രം ചെയ്താലും നല്ലതാണ്. വേണമെങ്കിൽ 2 സൈഡിലും ചെയ്യാം. പക്ഷെ ആ സമയത്ത് ചിലപ്പോൾ വെർട്ടിഗോ ട്രിഗർ ചെയ്യും. അത് സ്വാഭാവികമാണ്. അങ്ങനെ ട്രിഗർ ചെയ്തിട്ടാണ് അത് മാറിക്കിട്ടുക. ഇത് ഞങ്ങളുടെ അടുത്ത് ഇവിടുന്ന് ഒരു 10-18 കിലോമീറ്റർ ദൂരെ ഒരു ഡോക്ടർ ഉണ്ട്. വെറും എക്സസൈസ് മാത്രം ചെയ്തുകൊണ്ട് തലകറക്കം മാറ്റി കൊടുക്കും പറഞ്ഞ് കണ്ടമാന പേഷ്യൻസ് അവിടെ പോകുന്നുണ്ട്. ഈ എപ്ലി മാനോവർ എക്സസൈസ് ആണ് അവർ പുള്ളി ചെയ്യിക്കുന്നത്. ഒരു പേഷ്യന്റിന് 1000 റുപ്പീസ് വെച്ച് മേടിക്കേണ്ടത് അത് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുന്നതിന്. നമുക്കത് പറഞ്ഞു കൊടുത്തിട്ട് 250 രൂപ മേടിച്ചാലും വളരെ ലാഭമാണ്. ഇത് സീമന്റ് മാനോവർ എക്സസൈസ് എന്ന് പറയുന്നതാണ്. ഇപ്പൊ നമ്മ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മ ഇപ്പൊ ഒരു കട്ടിലിന്റെ റൈറ്റിലേക്ക് കിടന്നിട്ട് ചെയ്തതിന് ശേഷം എണീറ്റ് ലെഫ്റ്റിലേക്ക് കിടന്നിട്ട്, അതായത് ബെഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തലയുടെ മാറ്റി വെച്ചുകൊണ്ട് ആ പൊസിഷനിൽ കിടന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാ. ഈ കാൽസ്യം കാർബണേറ്റ് ആണ് ആ ചുവന്ന സെമി സർക്കുലർ കനാലിൽ കാണുന്നത്. അത് സെമി സർക്കുലർ കനാലിലേക്ക് വരുമ്പോഴാണ് നമുക്ക് വെർട്ടിഗോ ഉണ്ടാവുന്നത്. ഇതിനെ തിരിച്ച് അങ്ങോട്ട് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ വെച്ച് തന്നെ അത് ഡിസോൾവ് ചെയ്ത് ഇല്ലാതായി പോകും. അപ്പൊ തിരിച്ചങ്ങോട്ട് ട്രിക്കലിലേക്ക് തിരിച്ചു വിടുന്നതാണ് നമ്മ ചെയ്യുന്ന ഈ എക്സസൈസ് കൊണ്ട് സംഭവിക്കുന്നത്. സെമി സർക്കുലർ കനാലിൽ നിന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വെർട്ടിഗോ നിൽക്കും. അതാണ് അതിന്റെ പ്രിൻസിപ്പിള്. പിന്നെ മോസ്റ്റ് കോമൺ കോസ് ഇന്നർ ഇയർ പ്രോബ്ലംസ് ആണ് നമുക്ക് മോസ്റ്റ് കോമൺ കോസ്. പക്ഷെ നമ്മൾ CP ആംഗിളിലെ ട്യൂമറും അക്വസ്റ്റിക് ന്യൂറോമേ റൂൾ ഔട്ട് ചെയ്തിരിക്കണം. വൈകിയാണ് ചെയ്യണമെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. വളരെ ചെറിയൊരു സർജറി കൊണ്ട് ഒരു കടുകുമണിയുടെ അത്രയുള്ള ട്യൂമർ ബ്രെയിനിൽ വന്നാലും തലകറക്കം ഉണ്ടാവും. അതിന് ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ട് പറയുന്നത് സർജറിയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ ഹിയറിംഗ് ലോസ് ആവും. അക്യൂസ്റ്റിക് ന്യൂറോമ. പിന്നെ വരുന്നത് മീനേഴ്സ് സിൻഡ്രോമാണ്. മീനേഴ്സ് സിൻഡ്രോമിൽ അലോപ്പതി മരുന്നുകൾ കൊണ്ട് പലപ്പോഴും അത് വെർട്ടിഗോ കുറച്ച് നിർത്താൻ പറ്റുന്നുണ്ടെങ്കിലും ഗ്രാജുവലി പ്രോഗ്രസീവ് ഡെഫ്നെസ് ഇതിന്റെ മീനേഴ്സ് സിൻഡ്രോമിന്റെ സിംറ്റോണ് അത് ട്രിഗർ ചെയ്യാണ് ചെയ്യണത്. പല അലോപ്പതി മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ
ഹിയറിംഗ് ലോസ് കൂടി വരും. എന്തൊക്കെയാണ് സാധാരണ ഇതിൽ വെർട്ടിഗോ കൊണ്ടുണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ്? ഒന്നുമില്ല, ആള് വീണ് കഴിഞ്ഞാൽ അയാളുടെ എല്ല് പൊട്ടാനും ചിലപ്പോൾ ബ്രെയിനിൽ ഹെഡ് ഇഞ്ചുറി ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. നമ്മളുടെ ക്വാളിറ്റി ലൈഫിനെ അത് ബാധിക്കും. ചില ആളുകളുടെ വെർട്ടിഗോ വളരെ സിവിയർ ആയിരിക്കും. അതിന് ഇൻകപ്പാസിറ്റേറ്റിംഗ് വെർട്ടിഗോ എന്നാണ് പറയുന്നത്, ഒന്നും ചെയ്യാൻ പറ്റാത്ത വെർട്ടിഗോ. വെർട്ടിഗോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അത് ഞാൻ ഏതായാലും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കുറച്ച് സമയം പിടിക്കാതെ പറഞ്ഞു തരാൻ. അത് നിന്നുകൊണ്ട് കാണിച്ചു തരാൻ കൂടെ വേണം. ഇതാണ് ഒന്ന് ഫുക്കുഡ അണ്ടർബർഗർ ടെസ്റ്റ്, റോബേഴ്സ് ടെസ്റ്റ്, ഹെഡ് ഇമ്പൾസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ 3 ടെസ്റ്റുകളുണ്ട്. അത് കാണിച്ചു വരുന്നൊരു 8-10 മിനിറ്റ് പിടിക്കും. പിന്നെ ഇമേജിംഗ് ടെസ്റ്റ്, പിന്നെ അലോപ്പതി മരുന്നുകൾ ഉപയോഗിക്കുന്നത് നമ്മളിത് പ്രാക്ടീസ് ചെയ്യാനല്ല ഇത് പറയുന്നത്, അറിയാനാണ്. പേഷ്യൻ്റ് വരും ഡ്രമാമിൻ എന്ന് പറയുന്ന മെഡിക്കേഷൻ ആൻറ്റി ഹിസ്റ്റാമിനാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ പല മോഷൻ സിക്നസ് പ്രത്യേകിച്ച് കുറയും. നമ്മളുടെ വെർട്ടിഗോ ഈ മീനേഴ്സ് സിൻഡ്രോം ആണെങ്കിലും ഓറൽ വെർട്ടിഗോ ആണെങ്കിലൊക്കെ കുറവിട്ടും. ഡെലിഗൻ മെക്ലൈസിൻ എന്ന് പറഞ്ഞ മരുന്നാണ് ഏറ്റവും കൂടുതൽ. മെക്ലൈസിൻ എന്ന് പറഞ്ഞ മരുന്നാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ആൻറ്റിബർട്ട് എന്ന് പറഞ്ഞ പേരിലും ഇത് കിട്ടും. ഇത് സിംറ്റം ഒക്കെ ഏതാണ്ട് ഒരുപോലെയാണ്, നോസിയ, വോമിറ്റിംഗ് ആൻഡ് ഡിസിനസ്. പിന്നെ സിനറസിൻ, സ്റ്റുജറോൺ, സിൻഡിഗോ, വെർട്ടിഗോൺ എന്നൊക്കെ പറഞ്ഞ മരുന്ന് സിനറസിനാണ്. ഇതും ലാബ്രത്തിനെ സെഡേറ്റ് ചെയ്യുന്ന മെഡിസിനാണ്. മീനേഴ്സ് സിൻഡ്രോമിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് സിനറസിനാണ്. പിന്നെ ബെറ്റാ ഹിഡിറ്റിൻ എന്ന് പറഞ്ഞിട്ട് വെർട്ടിൻ, സിസ്റ്റിൻ, ബെറ്റാ സർക്ക് 8 മില്ലിഗ്രാമിൻ്റെ, 16 മില്ലിഗ്രാമിൻ്റെ, 24 മില്ലിഗ്രാമിൻ്റെ, 48 മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് വരെ ഇപ്പം ഇറക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? 8 മില്ലിഗ്രാം കൊടുത്തപ്പോൾ കുറഞ്ഞിരിക്കും, പിന്നെ കുറയാതായപ്പോൾ 16 കൊടുത്തു, പിന്നെ 24 കൊടുത്തു, 48 വരെ കൊടുക്കുന്നുണ്ട്. അതിൽ അവരിപ്പോൾ പറയണം വെർട്ടിഗോ മാറിയില്ലെങ്കിലും ചെവിയുടെ ഡെഫ്നസ് ഗ്രാജുവലി പ്രോഗ്രസീവ് ഡെഫ്നസിനും ഒരു പരിധിവരെ തടഞ്ഞു നിർത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ സ്റ്റെമറ്റിൽ ടാബ്ലറ്റ് ഇഞ്ചക്ഷനും, അത് വോമിറ്റിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മൈഗ്രെയിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതാണ് സ്റ്റെമറ്റിൽ, പക്ഷെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു നാട്ടുചികിത്സ, ആയുർവേദം എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു സാധനം പലർക്കും ഞാൻ കൊടുത്തിട്ടുണ്ട്, വളരെ നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അത് കൂടാതെ വേറൊരു കാര്യം കൂടെ പറയാം. എൻ്റെ ഈ വെർട്ടിഗോനെ കുറിച്ചുള്ള ക്ലാസ് എടുക്കാനുള്ള എൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞത് 10-30 വർഷമായിട്ട് ഞാൻ വെർട്ടിഗോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അതിൽ നിന്ന് പല കാര്യങ്ങളും നോക്കി പഠിച്ചിട്ടുണ്ട്. ഈ ഒരു സാധനം ചെയ്തിട്ട് വളരെ ഇഫക്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ കുറേ അധികം വർഷങ്ങളായിട്ട് മീനേഴ്സ് ഡിസീസ് വരാതിരുന്നതും ഒരു കാരണം ഈ സാധനം ഒരു ആള് പറഞ്ഞു തന്നിട്ട് ഞാൻ അത് ചെയ്തതാണ്. വളരെ നല്ല റിസൾട്ട് കിട്ടി. ഓരില വേര് 100 ഗ്രാം, ചീനത്തിപ്പല്ലി 100 ഗ്രാം, വെളുത്തുള്ളി 100 ഗ്രാം, കരിഞ്ജീരകം 100 ഗ്രാം, ഇത് എല്ലാം കൂടെ ഒന്നിച്ച് 16 ഔൺസ് വെള്ളത്തിൽ വേവിച്ച് 8 ഔൺസാക്കി വറ്റിച്ചിട്ട് അതിൽ നിന്ന് 1/2 ഔൺസ് വീതം ഓരോ ഗോരോചനാദി ഗുളിക അല്ലെങ്കിൽ ധനന്തര ഗുളിക ഉരച്ച് ചേർത്ത് 2 നേരം വീതം 8 ദിവസം കഴിച്ചിട്ടുണ്ടെങ്കിൽ തലകറക്കം നന്നായിട്ട് കുറയും. ഒരു നാട്ടുചികിത്സ പോലെ നമുക്ക് നമ്മളുടെ മരുന്നുകൾ കൊടുക്കുന്ന കൂട്ടത്തിൽ ഇത് പറയാം. ഇനി ഏതായാലും ഇംഗ്ലീഷ് മരുന്ന് പറഞ്ഞ് ആയുർവേദം പറഞ്ഞൊന്നും ആരും പറയണ്ട, നമ്മുടെ മെഡിസിനിലേക്ക് കിടക്കാണ്. മദർ ടിഞ്ചേഴ്സ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടിനിറ്റസ്. ഞാൻ 1/2 മണിക്കൂർ കൊണ്ട് തീർക്കണം എന്നാണ് വിചാരിച്ചത്, 40 മിനിറ്റ് പിടിച്ച്. ഇനിയിപ്പോൾ പ്രാക്ടിക്കൽ നമ്മൾ തെറാപ്യൂട്ടിക്സ് 1/2 മണിക്കൂർ കൊണ്ട് തീർക്കാൻ നോക്കാം. 1/2 മണിക്കൂർ എടുക്കാൻ പറ്റില്ല. ഏതായാലും ചെനോപ്പൊടിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടിനിറ്റസ് ഉണ്ടെങ്കിൽ. ഡോക്ടറെ ധൃതി പിടിക്കണ്ട, സമാധാനമായിട്ട് കുറേശ്ശെ പറഞ്ഞാൽ മതി. നമുക്ക് ഒരു ദിവസം കൂടെ 2 മണിക്കൂറിന്റെ ക്ലാസ് ആണ്, 1 മണിക്കൂർ കൊണ്ട് അതാണ്. തീർച്ചയായിട്ടും നമുക്ക് 2 മണിക്കൂർ തന്നെ എടുക്കാം. ഇനി വേണ്ട, ഇനിയിപ്പോ വേഗം തീരും. നമ്മുടെ ചെനോപോഡിയം, ജിങ്കോ ബൈലോബ ഏറ്റവും നല്ല മെഡിസിനാണ് ജിങ്കോ ബൈലോബ. സ്ക്ലെറോട്ടിക് ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ജിങ്കോ ബൈലോബ. പിന്നെ ചൈന ടിഞ്ചർ, വൈറ്റൽ ഫ്ലൂയിഡ്സിന്റെ ഡോസ് കൊണ്ട് പലർക്കും തലകർക്ക് വരും. ഒന്ന് ഒമിറ്റ് ചെയ്തു പോയാലും അതല്ലെങ്കിൽ സെക്ഷൽ അബ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന വെർട്ടിഗോയ്ക്ക് ചൈനയാണ് ഏറ്റവും നല്ലത്. അതൊക്കെ ടിഞ്ചറാണ്. പിന്നെ ചിന്നം സൾഫ് 30 ഉപയോഗിക്കാം. വയലന്റ് റിങ്ങിങ് ആണ്, ബസ്സിങ് ആൻഡ് റോറിങ് വിത്ത് ഡെഫ്നെസ്. ചെവിയുടെ ഉള്ളിൽ ഭയങ്കര ശക്തമായ മുഴക്കം. അപ്പോൾ അവർക്ക് എണീറ്റ് നിൽക്കാനും കൂടെ പറ്റാതെ വരുന്നതിന് കൊടുക്കാവുന്ന ചിന്നം സൾഫ്.
നാട്രം സാലിസിലിക് ആസിഡ്, നാട്രം സാലിസിലിക്കം അല്ലെങ്കിൽ നാട്രം സാലിസിലിക് ആസിഡ്. അപ്പോൾ കിടന്നോടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവുന്ന തലകറക്കം ഈ റൈറ്റ് സൈഡിലേക്ക് കറങ്ങുന്നതായിട്ട് തോന്നുന്നതിനാണ് നാട്രം സാലിസിലിക്കം കൊടുക്കുന്നത്. പിന്നെ കാർബോണിയം സൾഫ്. എൻ്റെ തലകറക്കത്തിന് ഒരു പരിധിവരെ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടിയ മരുന്നാണ് കാർബോണിയം സൾഫ്. 30 പൊട്ടൻസാണ് ഉപയോഗിച്ചത്. ആ ഇയർ ഫീൽസ് ഒബ്സ്ട്രക്റ്റഡ്, ചെവി അടഞ്ഞിരിക്കുന്നത് പോലെ ആ ഒരു സിംറ്റം എനിക്ക് മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് കാർബോണിയം സൾഫ് ഉപയോഗിച്ചത്. പിന്നെ ഡിസിനസ് ഇൻ ഹെഡ്, ഓക്കുലാർ വെർട്ടിഗോ. പിന്നെ തയോസിനാമിൻ 3x, ആർട്ടീരിയോസ്ക്ലിറോട്ടിക് വെർട്ടിഗോ. അത് വന്നു കഴിഞ്ഞാൽ തയോസിനാമിൻ 3xും ജിങ്കോ ബൈലോബയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് വളരെ വളരെ നല്ല റിസൾട്ട് കിട്ടുമെന്ന് മാത്രമല്ല, ബ്രെയിനിലേക്ക് ഉണ്ടായിരിക്കുന്ന സ്ക്ലിറോട്ടിക് ചേഞ്ച് മാറാനും അത് വളരെ ഗുണം ചെയ്യും. ടിനിറ്റസ് പിന്നെ സ്കാർ ടിഷ്യൂ ഡിസോൾവ് ചെയ്ത് പോകാനും നല്ലതാണ്. ഒരു സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്രെയിനിൽ ഒരു ക്ലോട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അലിഞ്ഞു പോകാനും തയോസിനാമിനും അതുപോലെ തന്നെ ജിങ്കോ ബൈലോബ് കൊടുത്താലും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടുകയും ചെയ്യും. പിന്നെ മുകളിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവുന്ന തലകറക്കത്തിന് പൾസാറ്റില സൈലീഷ്യ. പൾസാറ്റില സിംറ്റം പെട്ടെന്ന് വീപ്പ് ചെയ്യും, ഈസി ആയിട്ട് വീപ്പ് ചെയ്യും. തലകറക്കം വന്ന പേഷ്യൻ്റ് അത് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ നിന്ന് കരയും. അങ്ങനെ വെർട്ടിഗോ ഓൺ അമിലറേഷൻ ഓപ്പൺ എയർ, പുറത്ത് മുറിയിൽ നിന്ന് എണീറ്റ് പുറത്ത് ചെന്നിരിക്കും തലകറക്കം തോന്നിക്കഴിഞ്ഞാൽ. ഫ്രോണ്ടൽ ആൻഡ് സൂപ്ര ഓർബിറ്റൽ പെയിൻസ്, അത് സൈനസൈറ്റിസ് ഉണ്ടെങ്കിൽ പൾസാറ്റില. ഇയറിംഗ് ഡിഫിക്കൽട്ട് ആസ് ഇഫ് ദ ഇയർ വെയർ സ്റ്റഫ്ഡ്. നേരത്തെ നമ്മൾ പറഞ്ഞു കാർബോണിയം സൾഫ് കഴിക്കുമ്പോൾ കാർബോണിയം സൾഫും പൾസാറ്റില കഴിച്ചു നോക്കി കുറയാതായപ്പോഴാണ് കാർബോണിയം സൾഫ് കഴിച്ചു നോക്കിയത്. പിന്നെ ഒട്ടാൾജിയ ആൻഡ് ഒഫൻസീവ് ഒട്ടോറിയ, അതിനും പൾസാറ്റില ഇൻഡിക്കേറ്റഡ് ആണ്. അതുപോലെ സൈലീഷ്യ, വെർട്ടിഗ ഫ്രം ലുക്കിംഗ് അപ്വേർഡ്സ്. ബെറ്റർ വൈ റാപ്പിംഗ് വാം റാപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറയും. ലയിങ് ഓൺ ലെഫ്റ്റ് സൈഡ്, മാഗ്നീഷ്യം മുറ്, സെൻസിറ്റീവ് ടു വിത്ത് ബേസ്റ്റിംഗ് ഹെഡേക്ക്. പിന്നെ സ്ട്രോൺഷ്യം കാർബ്, അതും വളരെ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. സ്ട്രോൺഷ്യം കാർബ് താഴേക്ക് നോക്കുമ്പോഴുണ്ടാവുന്നത് ഫോസ്ഫറസ് ആണ്. താഴേക്ക് നോക്കുമ്പോൾ ഏറ്റവും നല്ലത്. പിന്നെ ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് കിടന്നിടത്തുനിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ടാവുന്ന തലകറക്കത്തിന് ഒക്കെ ഫോസ്ഫറസ് നല്ലതാണ്. വെർട്ടിഗോ വിത്ത് ഫെയിൻറ്റ് ചെയ്യുന്ന രീതിയിൽ തലകറക്കം വന്നാൽ ആരും അങ്ങനെ വീഴാറില്ല. പക്ഷെ ഈ ഫോസ്ഫറസ് പേഷ്യൻ്റ് തലകറക്കം വന്നു കഴിഞ്ഞാൽ അയാൾ ഫെയിൻറ്റ് ചെയ്യും. പിന്നെ ഹിയറിംഗ് ഡിഫിക്കൽട്ട്, എസ്പെഷ്യലി ടു ഹ്യൂമൻ വോയിസ്, ആളുകൾ പറയുന്നത് കേൾക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ മറ്റുള്ള സൗണ്ടുകൾ ഒരുവിധം നന്നായിട്ട് കേൾക്കും. ഇപ്പോൾ ഒരു വീട്ടിൽ പട്ടി ഉരക്കുന്നത്, മറ്റ് രീതിയിൽ കുട്ടികൾ കരയുന്നു വെച്ചാൽ, പക്ഷെ ഒരാൾ സംസാരിക്കുന്നത് ഒട്ടും തിരിയാതിരിക്കുന്നതാണ് ഫോസ്ഫറസിൻ്റെ ഒരു പ്രധാന ലക്ഷണം. അവർ പറയുകയും ചെയ്യും. മറ്റുള്ള ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ അവർ കളിയാക്കും. ചെവി കേൾക്കില്ല എന്ന് പറയുന്ന അമ്മ പുറത്ത് തേങ്ങ വീണ ഒച്ച കേട്ടു, മുറ്റത്ത് പട്ടി ഉരക്കണ ഒച്ച കേൾക്കും. അതൊക്കെ അവർ മറ്റൊരു കേൾക്കുന്നതിനേക്കാളും വേഗത്തിൽ കേൾക്കും. പക്ഷെ ഒരാൾ എന്തെങ്കിലും ചോദിക്കുക പറയുക ചെയ്ത് കഴിഞ്ഞാൽ കേൾക്കില്ല, തിരിയില്ല എന്ന് പറയും. റീ എക്കോയിങ് ഓഫ് സൗണ്ട്, അത് കോസ്റ്റിക്കത്തിനാണ് ഫോസ്ഫറസിനേലും കൂടുതൽ കാണുന്നത്. പക്ഷെ എന്ന് കരുതി ഒരിക്കലും കോസ്റ്റിക്കും ഫോസ്ഫറസും കൊണ്ട് ഒന്നിച്ച് കൊടുക്കരുത്, എനിമിക്കലാണ്. പിന്നെ ഡൾനെസ് ഇയറിംഗ് ആഫ്റ്റർ ടൈഫോയിഡ് തന്നെ ഇപ്പോൾ വളരെ കുറവാണ്. ടൈഫോയിഡ് പോലെയുള്ള കുറച്ച് പനിയൊക്കെ പിടിച്ച് കുറച്ച് കിടന്ന് അങ്ങനെ കുറച്ച് ആൾ കിടന്നിട്ട് വരുന്ന ഡൾനെസ് ഓഫ് ഇയറിങ്ങിന് അത് കൊടുക്കാവുന്നതാണ്. പിന്നെ സ്പൈജീലിയ, വയലന്റ് പാൽപിറ്റേഷൻ ഓഫ് ഹാർട്ട്. നമുക്കറിയാം സ്പൈജീലിയയുടെ ഹാർട്ട് ഇടിക്കണമെന്ന് പുറത്ത് കാണുകയും ചെയ്യാം. ചിലപ്പോൾ നമ്മൾ വെറുതെ സ്റ്റെത്ത് വെക്കാതെ തന്നെ അത് ഓഡിബിളായിട്ട് ഇരിക്കുകയും ചെയ്യാം. ലെഫ്റ്റ് എമിക്രേനിയ എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലെ ഹെഡേക്ക്. പിന്നെ സൾഫർ നല്ലതാണ്, അതിലേക്ക് മറവി ഉണ്ടാവും. വിസ്ലിംഗ്, ചെവിയിൽ വിസ്ലിംഗ് സൗണ്ട് കേൾക്കാം. പിന്നെ ചിലപ്പോൾ ചെവിയിൽ നിന്ന് ഒലിച്ചു വന്നിരുന്നത് പെട്ടെന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുന്ന വെർട്ടിഗോ. അപ്പോൾ അത് യൂസ്റ്റേഷൻ കറ്റേറ ഉണ്ടാവും. മിഡിൽ ഇയറിൽ പിന്നെ ഇത് ചെവിയിൽ നിന്ന് വരുന്ന ഡിസ്ചാർജ്, അതായത് മൂക്കിൽ നിന്ന് വരുന്ന അതേ മ്യൂക്കസ് തന്നെയാണ് ചെവിയിൽ കൂടെ വരുന്നത്, അതിലവർക്കറിയാം. അത് ചെവിയുടെ ഉള്ളിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബാലൻസ് നഷ്ടപ്പെടും. പിന്നെ ചില മണം അറിയാൻ പറ്റായിക ഉണ്ടാവും.
കറ്ററൽ ഡെഫ്നെസ്, അത് നമ്മളിപ്പോൾ പറഞ്ഞു, മൂക്കിൽ നിന്ന് വരുന്ന സാധനം ചെവിയുടെ യൂസ്റ്റേഷൻ ട്യൂബിലോ അല്ലെങ്കിൽ മിഡിൽ ഇയറിലോ ഇത് വന്നു കഴിഞ്ഞാൽ, കനാലിലോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡെഫ്നെസ് അനുഭവപ്പെടും, വെർട്ടിഗോ ഉണ്ടാക്കും. തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോൾ ഉണ്ടാവുന്ന വെർട്ടിഗോ കോണിയവും കാൽക്കേരിയ കാർബാണ്. കോണിയത്തിൻ്റെ പ്രത്യേകത വെർട്ടിഗോ വെൻ ലൈയിങ് ഡൗൺ, വെൻ ടേണിങ് ഓവർ ഇൻ ബെഡ്, വെൻ ടേണിങ് ഹെഡ് സൈഡ് വൈസ്, അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിക്കുമ്പോൾ, കിടക്കയിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോൾ തല കുലുക്കി കഴിഞ്ഞാൽ ചെറിയ ഒച്ച കേട്ടാൽ ഒക്കെ കൂടും ഈ കോണിയത്തിൻ്റെ വെർട്ടിഗോ. പിന്നെ ഫോട്ടോഫോബിയ വിത്ത് എക്സസീവ് ലാക്രിമേഷൻ, വെളിച്ചത്ത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ കണ്ണിൽ നിന്ന് ധാരാളം വെള്ളം ഒലിക്കും. ഡിഫക്റ്റീവ് ഫോർ ഇയറിങ്, കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാൽക്കേരിയ കാർബിൻ്റെ തലയിൽ എന്തോ വെയിറ്റ് ഇരിക്കുന്ന പോലെ തോന്നാം. വെർട്ടിഗോ ഓൺ അസെൻഡിങ് ആൻഡ് ടേണിങ് ഹെഡ്, ഐസി കോൾഡ്നസ് ആൻഡ് ഓൺ ടോപ്പ് ഓഫ് ഹെഡ്. പിന്നെ സ്ക്രാച്ചസ് ഹെഡ് ഓൺ വേക്കൻ. നമ്മൾ കാൽക്കേരിയ കാർബ് പേഷ്യൻ്റ് പറയുന്ന കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, കാലത്ത് എണീക്കാൻ പറഞ്ഞാൽ അവർ എണീറ്റ് വരുമ്പോൾ മുടി ഇങ്ങനെ ചിക്കി തലയിലിട്ട് മാന്തി മുടി പറിച്ച് കയറ്റിയിട്ടായിരിക്കും എണീറ്റ് വരുന്നത്. അതൊരു ഡ്രഗ് പിക്ചറിൽ എപ്പോഴും കാൽക്കേരിയ കാർബിൻ്റെ ഡ്രഗ് പിക്ചറിൽ കാണിക്കുന്ന ഒരു സിംറ്റമാണ് അത്. കാലികാർബ്, വെർട്ടിഗോ ഓൺ ടേണിങ് ഹെഡ്, ഇയർ ഇച്ചിങ്, ക്രാക്കിംഗ് ആൻഡ് റിംഗിങ് ആൻഡ് റോറിംഗ് ഇൻ ദ ഇയർ, സ്റ്റിച്ചസ് ഇൻ ഇയേഴ്സ്. ഓൺ മൂവിങ് ഹെഡ്, ബ്രയോണിയ. നമുക്കറിയാം ബ്രയോണിയ അനങ്ങിക്കഴിഞ്ഞാൽ അപ്പം കൂടും. ഏതസുഖം, വേദനയായാലും ഒക്കെ നമുക്ക് അനങ്ങൽ കൂടുന്നതാണ്. ഓറൽ വെർട്ടിഗോ, ഓറമറ്റ്, നാട്രം സാലിസിലിക് ആസിഡ്, സൈലീഷ്യ, ചൈന. റോറിംഗ്, ബസ്സിംഗ് സൗണ്ട് ഇൻ ദി ഇയേഴ്സ്. അഗ്രേഷൻ ബൈ എനി മോഷൻ, വെർട്ടിഗോ ഫ്രം റേസിംഗ് ദ ഹെഡ്, എക്സസീവ്ലി ഇറിറ്റേഷൻ. കാൽക്കേരിയ കാർബ്, വെർട്ടിഗോ വിത്ത് എനി കണ്ടീഷൻ aggravated by ascending or turning after epilepsy, സ്ക്രാച്ചസ് ഹെഡ് ഓൺ വേക്കിംഗ്. നേരത്തെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു. വെർട്ടെക്സ് ഐസി കോൾഡ്, സെറ്റ് വിത്ത് പാൽപിറ്റേഷൻ. കോണിയം, വെർട്ടിഗോ വെൻ ലൈയിങ് ഡൗൺ, ടേണിങ് ഓവർ സൈഡ് വൈസ്, വോമിറ്റിംഗ് ഓഫ് വെർട്ടിഗോ ഡ്യൂ ടു ഇയർ വാക്സ്. അത് നമ്മൾ ചെവിക്കായം ഇയർ വാക്സ് വന്ന് അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുള്ളൻ ഓയിൽ കൊടുത്ത് അത് കുതിർത്തണം. മുള്ളൻ ഓയിൽ എപ്പോഴും ചെവിയിൽ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2-3 ഡ്രോപ്പ് കൊടുക്കരുത്. ചെവിയിൽ നിർത്തുമ്പോൾ 5-6 തുള്ളിയെങ്കിലും ചെവിയിൽ നിർത്തിയിരിക്കണം. അത് ഇരുന്നിട്ട് ചെവിയിൽ നിർത്തരുത്, കിടന്നുകൊണ്ട് നിർത്തണം. അപ്പോഴോ ഈ വാക്സ് കുതിർന്ന് മെൽറ്റ് ചെയ്തിട്ട് ഇങ്ങോട്ട് പോരുള്ളൂ. 1-2 തുള്ളി ചെവിയിൽ പലരും നിർത്തും. അപ്പോൾ ഈ വാക്സ് ഡ്രൈ ആയിരിക്കുന്ന ഇയർ വാക്സ് വീർത്ത് വരുമ്പോൾ ചെവിയുടെ ഉള്ളിൽ ഇയർ ഡ്രമ്മ പ്രസ് ചെയ്തിട്ട് നല്ല പെയിൻ വരും. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ പലപ്പോഴും പറയും ചെവിയിൽ ആ മരുന്ന് നിർത്തുമ്പോൾ എനിക്ക് വേദന എടുക്കണം. അത് വേദന എടുക്കാൻ കാരണം 2 തുള്ളി നിർത്തിയിട്ടാണ്. മിനിമം 6 തുള്ളിയെങ്കിലും നിർത്തണം, കിടന്നുകൊണ്ട് നിർത്തണം. നിർത്തിക്കഴിഞ്ഞാൽ 20-30 മിനിറ്റ് ആ പൊസിഷനിൽ തന്നെ അനങ്ങാതെ കിടക്കണം. ഇപ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ പലരും ചെയ്യുന്ന ഇടത്തെ ചെവിയിൽ നിർത്തും, അപ്പം തന്നെ വലത്തെ ചെവിയിൽ നിർത്തും. മിക്കവാറും ചെവിക്കായുള്ളവർക്ക് വേദന കൂടും. സെൻട്രൽ വെർട്ടിഗോ, ഒക്കെ നമുക്ക് ഏറ്റവും നല്ല മരുന്ന് റൂട്ട് ആൻഡ് കാൽക്കേരിയ ഫ്രൂട്ട്. ബ്രെയിനിലുണ്ടാവുന്ന ട്യൂമർ, അതിനൊക്കെ എല്ലാം നമുക്ക് റൂട്ടയും കാൽക്കേരിയ ഫ്ലൂറാണ് ഏറ്റവും കവർ ചെയ്യണത്. പിന്നെ നേരത്തെ പറഞ്ഞ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടാനും നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ജിങ്കോ ബൈലോബ വളരെ നല്ലതാണ്. ഹെൽപ്സ് ബൂസ്റ്റ് ഓക്സിജൻ സപ്ലൈ ടു ദ ബ്രെയിൻ, ഹെൽപ്സ് എലിവേറ്റ് മൂഡ്. നമ്മൾ മൂഡ് ഇല്ലാത്തിരിക്കുന്നവർക്ക് അവരുടെ മൂഡ് എലിവേറ്റ് ചെയ്യാനും ജിങ്കോ ബൈലോബ വളരെ നല്ലതാണ്. ഒരു ബ്രെയിൻ ടോണിക് പോലെ നമുക്ക് ഉപയോഗിക്കാം. ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെ മറ്റു വെർട്ടിഗോ ഒന്നും വേണമെന്നില്ല, ഈ ജിങ്കോ ബൈലോബ കഴിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണ്. ഞാൻ എൻ്റെ കൺസൾട്ടിങ് ടേബിളിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ ജിങ്കോ ബൈലോബ എൻ്റെ ഫാർമസിസ്റ്റുകളെ കൊണ്ട് ഒഴിപ്പിക്കും. അത് ഒഴിച്ചു വെച്ചിട്ട് എൻ്റെ ഇടയ്ക്ക് കുടിക്കുക. അപ്പോൾ അത് സ്ട്രോക്ക് വരാതിരിക്കാനും ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂട്ടാനും നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും നമുക്ക് മൂഡ് ക്ലിയർ ആയി കിട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ കോഗ്നിറ്റീവ് എബിലിറ്റി കൂട്ടാനും, മെൻ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും നമുക്കൊരു ഫീലിങ്, മൂഡ് ഔട്ടൊക്കെ ആയിട്ടിരിക്കുന്നവർക്ക്, മറവി കൂടുതലുള്ളവർക്കൊക്കെ കൊടുക്കാം. അതുപോലെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ഒക്കെ ഉള്ളവർക്കും
ഈ ജിങ്കോ ബൈലോമ വളരെ നല്ലതാണ്. പൂവിന്റെ മണം അടിച്ചു കഴിഞ്ഞാൽ തലകറക്കുന്നവർക്ക് നെക്സോമിക്ക. സ്പാസം, കൺവൾഷൻ ആൻഡ് ഫെയിൻറ്റിങ്, ട്വിസ്റ്റിംഗ് ആൻഡ് ജെർക്കിംഗ്, എപ്പിലെപ്സി ഡ്യൂറിങ് സ്റ്റൂൾ. അതൊക്കെ സിംറ്റം വളരെ കുറച്ചായിട്ട് കിട്ടാറുള്ളൂ. വെർട്ടിഗോ, ബ്രെയിൻ ആൻഡ് അതർ ഒബ്ജക്ട്സ് ടേൺ ഇൻ സർക്കിൾ. അതായത് ഇപ്പൊ ഒരു കുട്ടി വട്ടപ്പാലം ചുറ്റി കളിക്കുക എന്ന് പറയും. നമ്മളെ നാട്ടിൽ വട്ടപ്പാലം ചുറ്റാന്നാണ് ഞങ്ങളൊക്കെ പറയാ. ഒരു തൂണിന്റെ ചുറ്റും കിടന്ന് കുട്ടി കളിക്കുകയാണെങ്കിൽ അത് നോക്കി നിൽക്കുന്ന അമ്മമ്മക്കാണ് തലകറക്കം വരാ, കുട്ടിക്കൊന്നും വരില്ല. ഡിസി ആൻഡ് ഫെയിൻറ്റ് ഇൻ ക്രൗഡ്. ആൾക്കൂട്ടത്തിൽ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കുറെ ലൈറ്റ് ഒക്കെ ഡെക്കറേറ്റ് ചെയ്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ തലകറക്കം തോന്നുന്നതിന് നെക്സോമിക്കാണ് അതിന്റെ റെമഡി വരുന്നത്. ഫോസ്ഫറസ്, ഗ്രേറ്റ് സെൻസിറ്റിവിറ്റി ടു എക്സ്റ്റേണൽ ഇംപ്രഷൻസ്, ലൈറ്റ്, സൗണ്ട്, ഓർഡർ, ടച്ച്, ഇലക്ട്രിക്കൽ ചേഞ്ചസ്. ഇതെല്ലാം ഫോസ്ഫറസും വളരെ ഇതാണ്. ഇപ്പൊ ഫോസ്ഫറസിന്റെ വേറെ ലക്ഷണം ലൈറ്റനിങ്, ഇടിവെട്ട് ഉണ്ടാകുമ്പോൾ, ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഒക്കെ കൂടുന്നത് ഫോസ്ഫറസിന്റെ ഒരു പ്രധാന ലക്ഷണമാണ്. വെർട്ടിഗോ ഫ്രം നൈറ്റ് വാച്ചിന്, ഉറക്കം ഒഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതിന് കോക്കലസ്, പിന്നെ യാത്ര ചെയ്താൽ ഉണ്ടാകുന്നതിന് കോക്കലസ്. നെക്സോമിക്കാണ്. വെളുപ്പിന് 3 മണി ആയിക്കഴിഞ്ഞ് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റില്ല. കാലത്ത് എണീറ്റ് കഴിയുമ്പോൾ ഒരു ഡ്രോസിനെസ് അല്ലെങ്കിൽ ഒരു ഗിഡിനെസ് അല്ലെങ്കിൽ ഡിസിനെസ് ഫീൽ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സോമിക്ക കൊടുക്കാം. ഈ ചെറിയ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ സെൻസിറ്റിവിറ്റി ടു സൗണ്ട്. കുട്ടികൾ വീട്ടിൽ ഓടിക്കളിച്ച് ഒരു ഡെസ്കുമ മുട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ജനലും വാതിലും ഒച്ചയിലടച്ചു, അപ്പോൾ ആ ഒച്ച കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ഡിസിനെസ് തുടങ്ങും. അതിന് തെർഡിയോണാണ് ഏറ്റവും നല്ല മരുന്ന്. ലാബ്രന്തൈറ്റിസിനും മീനേഴ്സ് ഡിസീസിനും നമുക്ക് ഏറ്റവും നല്ല ഒരു മെഡിസിനാണ് തെർഡിയോൺ. സൗണ്ട് അയാളുടെ ദേഹത്ത് കൂടെ തുളച്ചു കയറുന്ന പോലത്തെ ഫീലിംഗ് വരും എന്നുള്ളതാണ്. പിന്നെ കണ്ണ് അടച്ചു കഴിഞ്ഞാൽ തലകറക്കം ഉണ്ടാവും എന്നുള്ളത് തെർഡിയോന്റെ പ്രധാന ലക്ഷണമാണ്. കണ്ണടച്ചു കഴിഞ്ഞാൽ തല ഇരുന്നിട്ടാണെങ്കിലും തല ആടിപ്പോവും. അതുപോലെ മറ്റൊരു 2 റെമഡികളാണ് ലാക്യേസിസും തൂജയും. കണ്ണ് തുറന്നു കഴിഞ്ഞാൽ തലകറക്കം ഉണ്ടാകുന്ന ടബാക്കോണോ. അപ്പോൾ ഒരു തലകറക്കം വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് കണ്ണടച്ച് കിടക്കും. ഭാര്യ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഡോക്ടർ ആരെങ്കിലും വന്ന് വിളിച്ചാലും അയാൾ കണ്ണ് ഉറക്കില്ല. കണ്ണ് തുറന്ന് നോക്കിയിട്ട് അപ്പം തന്നെ അടക്കും. കണ്ണ് തുറന്ന് പിടിച്ചാൽ അപ്പം തലകറക്കം. വെർട്ടിഗോ ലുക്കിംഗ് അപ്വേർഡ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു, പൾസാറ്റില സൈനീഷ്യ. സീ സിക്നസ്, അത് സീ സിക്നസിൽ നമ്മൾ കൊടുക്കുന്നത് അധികം ഇത് തന്നെയാണ്, കോക്കുലസ് തന്നെയാണ്. പിന്നെ നമ്മൾ പലപ്പോഴും യാത്രയിൽ ഉണ്ടാകുന്ന തലകറക്കത്തിന് കോക്കുലസ് കൊടുക്കും, പെട്രോളിയം കൊടുക്കും. ഈ കോക്കുലസിന്റെ പെട്രോളിയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെട്രോളിന്റെ സ്മെല്ല്, ഡീസലിന്റെ പെട്രോളിന്റെ സ്മെല്ല് അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അത് ട്രാവലിംഗ് സിക്നസ്സിലാണ് പലരും പറയണമെങ്കിലും അവിടെ പെട്രോളിയം. ഈ മോഷൻ സിക്നസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കോക്കുലസ് ആണ്. മോഷൻ സിക്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് മോഷൻ സിക്നസ് ഉണ്ടാവണമെന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും ഞാനൊന്ന് ചുരുക്കി പറയണ, ഒരു സാധനം വണ്ടിയിൽ ഇരിക്കുമ്പോൾ അവർ പുറത്തൊക്കെ നോക്കുമ്പോൾ സാധനങ്ങൾ ഓടിപ്പോകുന്നതായിട്ട് തോന്നും. ഇത് കുറച്ചു നേരം കണ്ണിലെ ഇമേജ് അവിടെ നിൽക്കും. അതുകൊണ്ടാണ് സിനിമയൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. കുറച്ചു നേരം അത് 18 സെക്കൻഡ്സോളം ആ ഇമേജ് അവിടെ നിൽക്കും. അപ്പോൾ ഈ ഇമേജ് അവിടെ നിന്ന് പോവാതെ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഔട്ടുമ്പോൾ ആ വണ്ടി 60 കിലോമീറ്റർ സ്പീഡിൽ പോകണം, പെട്ടെന്ന് 10 കിലോമീറ്ററിലേക്കോ അല്ലെങ്കിൽ സ്റ്റോപ്പ് 0യിലേക്ക് വരുമ്പോൾ ഇയാളുടെ മൂവ്മെന്റ് ചെയ്യുന്ന പുറത്തുള്ള ഒബ്ജക്ട്സിന്റെ അതേ സ്പീഡ് 60 പോകുന്നത് വണ്ടി സ്ലോ ചെയ്ത് 20 കിലോമീറ്ററിലേക്കോ 10 കിലോമീറ്ററിലേക്കോ കുറക്കുമ്പോൾ ആ പുറത്തെ ഒബ്ജക്ട്സ് കാണുന്നത് അതേ സ്പീഡിലേക്ക് പെട്ടെന്ന് കുറയില്ല. അതാണ് ബ്രെയിനിൽ ഒരു ഗിഡിനെസ് ഉണ്ടാക്കും, അത് വെർട്ടിഗോ ഉണ്ടാക്കും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പറഞ്ഞെന്നുള്ളൂ. നടന്നാൽ കൂടുന്ന നാട്രമുർ, നെക്സോമിക്ക, ഫോസ്ഫറസ്, പൾസാറ്റില. നിൽക്കുമ്പോൾ കൂടുന്നത് നാട്രമുർ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൂടുന്നത് നെക്സോമിക്ക, പൾസാറ്റില, ഗ്രനാറ്റം. വെർട്ടിഗോ വിത്ത് ഫെയിൻറ്റിങ്, നെക്സോമിക്ക. സ്റ്റാഗറിങ്, അർജനൈട്രിക്കം, ജെൽസീമിയം, നെക്സോമിക്ക, ഫോസ്ഫറസ്. ഈ ഡാർക്ക് റൂമിൽ കയറിയാലോ അല്ലെങ്കിൽ കണ്ണടച്ച് നിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ തലകറക്കം അർജനൈട്രിക്കം, സ്ട്രാമോണിയം ബെസ്റ്റ് റെമഡിയാണ് കേട്ടോ തലകറക്കത്തിന്, തെർഡിയോൺ. പിന്നെ വിത്ത് ഡിംനെസ് ഓഫ് സൈറ്റ്,
അറിയാതെ ടൈപ്പ് ചെയ്തപ്പോൾ കയറിപ്പോയതാണ്. സൈറ്റ് കുറഞ്ഞു വരുമ്പോൾ സൈക്ലാമൻ, ജെൽസീമിയ, ലെക്സോമിക്ക. ഈ 200 എഴുന്നേൽക്കുമ്പോൾ തല ഇറങ്ങണത് പലപ്പോഴും ഹൈപ്പോടെൻഷനാണ് അതിൻ്റെ കാരണം. ബ്രയോണിയ, ഫോസ്ഫറസ്. അറൈസും ഫ്രം സ്റ്റൂപ്പിംഗ്, തല കുമ്പിട്ടിട്ട് നീരുമ്പോൾ. ഇപ്പം മുസ്ലിം ആളുകൾ പ്രേയറിന് തല കുമ്പിട്ട് സുജൂദ്, റുക്കു എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ട്. തല കുമ്പിട്ട് നിൽക്കുക. അതിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ആടിപ്പോകുന്ന കംപ്ലൈൻറ്റ് പറയുമ്പോൾ കൊടുക്കാവുന്നതാണ് ബെൽഡോണ. അതാണ് ബെല്ലാണ് നമുക്ക് അതിൽ ഏറ്റവും. കാരണം കുമ്പിടുമ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കൂടും, എണീക്കുമ്പോൾ അത് കുറയും. പിന്നെ ബെഡിൽ നിന്ന് എണീക്കുമ്പോൾ കൂടുന്ന ബ്രയോണിയ, ചെലിഡോണിയം, കോക്കുലസ്. കുമ്പിടുമ്പോൾ കൂടുന്നത് ബെൽഡോണ, നെക്സോമിക്, പൾസാറ്റില. ഇത് പറഞ്ഞാണെന്ന് തോന്നിട്ടല്ലേ. എണീക്കുന്ന സമയത്ത് കാൽക്കേരിയ കാർബ്. താഴേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് തലകറക്കം വരുന്നത് ബോറാക്സ് ആണ്. കുട്ടിയെ തൊട്ടിയിലേക്ക് കിടത്തുന്ന സമയത്ത് കുട്ടി സ്ക്രീം ചെയ്ത് കരയും. ചിലപ്പോൾ ബോറാക്സ് കൊടുത്തു കഴിയുമ്പോൾ അത് കുറയും. ആ കുട്ടിക്ക് തല ഇറങ്ങിയിട്ടാണെന്ന് നമുക്കറിയാൻ പറ്റില്ല. പെർമെറ്റ്, ഫോസ്ഫറസ്. കിടന്നു കഴിഞ്ഞാൽ കൂടുന്നത് കോണിയ. കിടക്കണം എന്ന് പറയുന്ന ബ്രയോണിയ, കോക്കുലസ്, ഫോസ്ഫറസ്, പൾസാറ്റില. ആഴ്സനിക് ആൽബ്, ബോറാക്സ്, ട്രാവൽ സിക്നസ്, എസ്പെഷ്യലി വൈൽ ലാൻഡിങ് എയർക്രാഫ്റ്റ്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുന്ന സമയത്ത് തലകറക്കം. കാലിബൈക്ക്, ഇൻറ്റൻസ് വെർട്ടിഗോ വിത്ത് നോസിയ വിത്ത് ബ്രൈറ്റ് യെല്ലോ ഫ്ലൂയിഡ്. അതിനകത്ത് എന്താ പറയുന്നത്, നമ്മളെ മെറ്റീരിയൽ മെഡിക്കൽ പറയുന്ന ബിലിയസ് ഒമിറ്റിക്. ബൈല് ഒമിറ്റ് ചെയ്ത് പോരുന്നതിനാണ് ബിലിയസ് ഒമിറ്റിക് എന്ന് പറഞ്ഞാൽ കാലിബൈക്കാണ് അതിൻ്റെ. അപ്പോൾ തലകറക്കം വന്നു കഴിഞ്ഞാൽ തലകറക്കത്തിൻ്റെ സിംറ്റമാണ് അവർ നോസിയ ഉണ്ടാക്കുക, ഒമിറ്റ് ചെയ്യുക എന്നുള്ളത്. അത് യെല്ലോ കളറിലുള്ളത് ഒമിറ്റ് ചെയ്യുന്ന കാലിബൈക്ക്. എപ്പിക്കാക്ക് പ്ലെയിൻ ടങ്ങായിരിക്കും. ഒമിറ്റിങ് ഡസൻറ്റ് റിലീവ് നോസിയ. ഒമിറ്റ് ചെയ്തു പോയാലും അയാളുടെ ഓക്കാനും നിൽക്കില്ല എന്നുള്ള എപ്പിക്കാക്കിൻ്റെ പ്രത്യേകത. പെട്രോളിയം മോഷൻ സിക്നസ്, അമിലേഷൻ ബൈ ഈറ്റിംഗ് ആൻഡ് ഹീറ്റ്. സെപ്പിയ, അഗ്രവേഷൻ ബൈ ലയിങ് ഓൺ വൺ സൈഡ്. ഒരേ സൈഡിൽ തന്നെ കിടക്കുമ്പോൾ തലകറക്കം. അപ്പോൾ അയാൾ മറ്റേ സൈഡിലേക്ക് തിരിഞ്ഞെടുക്കും. കുറെ കഴിയുമ്പോൾ ആ സൈഡ് പറ്റില്ല, വീണ്ടും തിരിഞ്ഞെടുക്കും. ടബാക്കം, അമിലേഷൻ ബൈ ഫ്രഷ് എയർ ആൻഡ് ക്ലോസിങ് ഐസ്. കണ്ണടച്ച് കിടക്കുമ്പോൾ കുറയും. തെറിഡിയോൺ, അഗ്രവേഷൻ ബൈ നോയിസ്, അഗ്രവേഷൻ ബൈ ലീസ്റ്റ് മോഷൻ. കണ്ണടച്ച് കിടന്നാൽ കൂടും. പൾസാറ്റില, ലുക്കിംഗ് അപ്വേർഡ്സ്. ഒട്ടോറിയ, ഹിയറിംഗ് ലോസ്. കോണിയം, ഓൾഡർ ആൻഡ് അഡൾട്ട് വെർട്ടിഗോ. വെർട്ടിഗോ ആഫ്റ്റർ സ്ലീപ്പ്, ലാക്യേസിസ്. ഡ്യൂ ടു സപ്രസ്ഡ് മെൻസസ്, സൈക്ലാമൻ, പൾസാറ്റില ആണ്. പിന്നെ ബ്രയോണിയ, അമിലേഷൻ ബൈ ലീസ്റ്റ് മൊമെന്റ്. പിന്നെ ഡ്രൈ മൗത്ത് ആൻഡ് ടേസ്റ്റ് ഫോർ കൂൾ ഡ്രിങ്ക്സ്. കോക്കുലസ് ഇൻഡിക്കസ്, മോഷൻ സിക്നസ്, അമിലേഷൻ ബൈ ഈറ്റ്. അർജൻ നൈട്രിക്കം, ഡിസിനസ്, പെയിന്റിങ്, നോസിയ, റെച്ചിങ്. ക്ലസ്ട്രോഫോബിക്ക്. പിന്നെ ബി എക്സ്ട്രീം ആങ്ഷ്യസ് ആൻഡ് എക്സൈറ്റബിൾ ക്രേവിംഗ് ഫോർ സീറ്റ്സ്, അർജൻ നൈട്രിക്കം. നേരത്തെ നമ്മൾ പറഞ്ഞു ഹൈ ആൾട്ടിറ്റ്യൂഡിൽ പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന വെർട്ടിഗോക്ക് നല്ല മെഡിസിൻ കൊക്കയാണ്. കൊക്ക 30. പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ് അവർക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓക്കെ, താങ്ക് യു. ഞാൻ ഒരു കണക്കിന് ഓടിച്ച് തീർത്തു. ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ക്ഷമിക്കുക. സമയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. 10:30 ഞാൻ വിചാരിച്ച പോലെ 10:30 തീർത്താൻ പറ്റി. ഓക്കെ, താങ്ക് യു. ക്ലാസ് വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമുക്ക് കുറച്ചുകൂടെ ഒരു ക്ലാസ് കൂടെ എടുത്ത് നമുക്ക് സമാധാനമായിട്ട് പോകാമായിരുന്നു. പക്ഷേ എന്തായാലും ടാർഗറ്റ് എത്തിച്ചു. ഡോക്ടർ 10:30 മുമ്പ് ക്ലാസ് തീർത്തു. പക്ഷെ അപ്പോഴേക്കും ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളോ പറയാനുള്ള സമയം ഇനിയില്ല. നമുക്കതുകൊണ്ട് ക്ലാസ് വളരെ പെട്ടെന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 30 തരയായി. അപ്പോ ഇന്നത്തെ നല്ലൊരു ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഷാലു രാജനെ ക്ഷണിക്കും. ഷാലു രാജനുണ്ടോ? ഷാലു ഉണ്ടോ? റെസ്പോണ്ട് ചെയ്തില്ല. സലീംകുമാർ ഡോക്ടറെ, സലീംകുമാർ ഡോക്ടർ ഉണ്ടോ? സലീംകുമാർ ഡോക്ടർ നല്ല ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി സലീംകുമാർ ഡോക്ടറെ ക്ഷണിക്കും. ഞാൻ കുറച്ച് ദിവസമായിട്ട് അമൃത ഹോസ്പിറ്റലില് എൻ്റെ ബ്രദറിലേക്ക് കൂട്ടിയിരിക്കുക യാത്രയെ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കയറാറ്.
അപ്പൊ ഇന്ന് നസറുള്ള ഡോക്ടർ ആയതുകൊണ്ട് അത് മിസ്സാവരുത് എന്ന് വിചാരിച്ച് നിർബന്ധം ഒരു കണക്കിന് സമയം കേട്ടതാണ്. ഇതൊരു ടെക്സ്റ്റ് ബുക്ക് പോലെ സൂക്ഷിക്കാവുന്ന ഒരു ക്ലാസ് പോലെ എനിക്ക് തോന്നുന്നു. ഇതിന്റെ ഏതായാലും നസറുള്ള ഡോക്ടർ എങ്ങനെയാണ് അത് നന്നാവുമോ അല്ലയോ എന്നൊരു സംശയത്തിന്റെ ആവശ്യമില്ല. അത് നമുക്ക് ഇതുവരെയുള്ള അനുഭവം കൊണ്ട് അറിയാമല്ലോ. അപ്പോൾ ഏതായാലും ഇതിന്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളും വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത്രയും നല്ല ഒരു ക്ലാസ് എടുത്ത് ഞങ്ങളെ അറിവ് പകർന്ന നസറുള്ള ഡോക്ടർക്ക് IFPHന്റെ പേരിൽ ഞാൻ നന്ദി പറയുന്നു. വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. കേൾക്കണില്ലേ? ഹലോ ഹലോ, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? എനിക്ക് ഓഡിയോ ക്ലിയർ ആവുന്നില്ല അവിടെ. അല്ല, ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? ഹലോ, ആ പറഞ്ഞോ. ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ? ശരിക്ക് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അതല്ല, clear ആണ്, പറഞ്ഞോ. ഇവിടെ IFPHലെ ബാക്കിയുള്ളവർ കേട്ടോ? എല്ലാം ഇത് കേട്ടിരുന്നോ? ഞാൻ ഓക്കെ കേട്ടു എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ. ഡൗട്ട് ചോദിച്ചതാണോ? അതെ. അല്ല, ഡൗട്ടല്ല. ഞാൻ നേരത്തെ ഞാൻ ഇയറിംഗ് എയ്ഡ് വെച്ച് സംസാരിച്ചപ്പം ബഡ് വെച്ചിട്ട് സംസാരിച്ചപ്പോൾ അത് ഓഡിബിലിറ്റി ക്ലിയർ ആവണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ബഡ് മാറ്റിയത് കൊണ്ട് എനിക്ക് ഇപ്പൊ ലാപ്ടോപ്പിൽ നിന്നാണ് അതിന്റെ വോളിയം വളരെ കുറവാണ്. അപ്പൊ അത് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ല. ഓക്കെ, ഞാൻ താങ്ക്സ് പറഞ്ഞോളൂ. വേറൊന്നുമില്ല. ഓക്കെ അത് മനസ്സിലായി. ഞാൻ എന്തോ എന്നയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പോലെ തോന്നിയത് കൊണ്ടാണ് ഇല്ല. ഓക്കെ.